ഫാദർ പി കുരുവിളച്ചൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി തന്നെ ഇടവക ഗായക സംഘം പ്രാരംഭഗാനം ആലപിക്കുന്നതാണ്. Till me no
പ്രാർത്ഥനയ്ക്കായി ഇടവക വൈസ് പ്രസിഡന്റ് ശ്രീ CC പാപ്പച്ചനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ആരാധനയ്ക്കും സംഘത്തിനും ശേഷം കർത്താവേ അച്ഛൻ്റെ യാത്രയത്തിനും കൊള്ളുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് സഹായിച്ച കൃപയ്ക്ക് വേണ്ടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അച്ഛനിൽ നിന്നും കൊച്ചമ്മയിൽ നിന്നും കർത്താവെ നിങ്ങൾക്ക് ലഭിച്ചതായ വലിയ കൃപകൾക്കും തുടർച്ചയുമായിട്ട് നന്ദിയുള്ളവരായിട്ടിരുവാൻ തക്കവണ്ണം കർത്താവെ നിങ്ങൾക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അച്ഛൻ്റെ ആരാധന പ്രസംഗമെല്ലാം കർത്താവെ ഭംഗിയായിട്ട് നടത്തുവാൻ തക്കവണ്ണം ഈ വർഷവും കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും കർത്താവ് അവിടുത്തെ ജീവനത്തിൽ നിന്ന് ഭയപ്പെടേണ്ട എന്നുള്ള ആ വാഗ്ദാനം ഞങ്ങൾക്ക് തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്നിരിക്കുന്ന ഞങ്ങളോടുകൂടെ സാന്നിധ്യം ഉണ്ടാകണമേ. അച്ഛനെയും കൊച്ചമ്മയെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന ഞങ്ങളോടുകൂടെ സാന്നിധ്യം ഉണ്ടാകണമേ. കൃപയിൽ കാക്കണമേ. എല്ലാ കൃപകൾക്കായിട്ടും നിങ്ങളിലേക്ക് തന്നെ ഞങ്ങൾ നോക്കുന്നു. യേശുവിന്റെ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിച്ചു കൊള്ളുന്നു. അടുത്തതായി അപ്പച്ചനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ ഇടവയുടെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന ശ്രീ CC പാപ്പച്ചൻ, ഇടവകയുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇടവക വികാരി PP കുരുവിളാച്ചൻ, സുശീല കൊച്ചമ്മ, ഈ യോഗത്തിൻ്റെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന കുന്നംകുളം സെൻട്രൽ മാർത്തോമ ഡയറക്ടറായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കോശി കുര്യനച്ചൻ, ഇടവക ക്രൈസ്തവ സമിതി അംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ബഹുമാനപ്പെട്ട ഇടവക വികാരിയുടെ ഈ ഇടവകയിലെ ശുശ്രൂഷകൾ, ഔദ്യോഗിക നിലയിലുള്ള ശുശ്രൂഷകൾ ഇന്ന് അവസാനിക്കുകയാണ്. ഇടവകയുടെ ഏറ്റവും ഒരു പ്രയാസഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട അച്ഛൻ
നമുക്ക് നേതൃത്വം നൽകുവാൻ എത്തിച്ചേർന്നത്. വളരെ പ്രയാസമായ ഘട്ടമെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും കൂടി അത് വിശദീകരിക്കുന്നില്ല. എങ്കിലും നമുക്കെല്ലാവർക്കും ആ മുറിവുകൾ ഓർമ്മയുണ്ടല്ലോ. അഭിമന്യ തീത്തൂസ് തിരുമേനിയുമായി സംസാരിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി ഇടവകയെ യഥാർത്ഥ ദിശാബോധത്തിൽ നയിക്കുന്നതിന് പ്രാപ്തനായിട്ടുള്ള ഒരു വൈദികനെയാണ് ഞാൻ അങ്ങോട്ട് അയക്കുന്നത്. അച്ഛൻ്റെ തിരുമേനിയുടെ സെക്രട്ടറിയായി ദീർഘകാലം മുംബൈ ഭദ്രാസനത്തിൽ സേവനമനുഷ്ഠിച്ചിരിക്കുന്ന അച്ഛനെക്കുറിച്ച് തിരുമേനിക്ക് അത്രയ്ക്കും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മുടെ ഇടവകയെ ശാന്തമായും സൗമ്യമായും കഴിഞ്ഞ ഒരു വർഷക്കാലം ധീരമായ നേതൃത്വം നൽകുവാൻ ബഹുമാനപ്പെട്ട അച്ഛന് കഴിഞ്ഞു. വളരെയധികം പ്രോഗ്രാമുകൾ നടന്ന ഒരു വർഷം കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷം. മാർത്തോമാ സഭയിൽ 3 എപ്പിസ്കോപ്പന്മാർ അഭിഷിക്തരായപ്പോൾ അതിലൊരാൾ നമ്മുടെ ഇടഭാഗമായിരിക്കുകയും ആ ക്രമീകരണങ്ങൾക്കൊക്കെ വേണ്ട തക്കതായ നേതൃത്വം നൽകുവാനുമൊക്കെ അച്ഛന് സാധിച്ചു എന്നത് ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. അച്ഛൻ്റെ കൊച്ചമ്മയും അച്ഛനോടൊപ്പം തന്നെ ഇടവക ശുശ്രൂഷകളിൽ വേണ്ട നേതൃത്വവും കൈത്താങ്ങലുകളും നമുക്ക് നൽകി നമ്മെ ഒരുപോലെ രണ്ടുപേരും അനുഗ്രഹിച്ചു. ഈ സമയം നമുക്ക് സന്തോഷത്തോടെ അച്ഛനെ യാത്രയാക്കുന്നതിനുള്ള അവസരമാണ്. 2-3 വർഷം മുമ്പ് അച്ഛനെ റിട്ടയർമെൻ്റ് കാലത്ത് വളരെ വിപുലമായ രീതിയിൽ ഒരു യാത്രയപ്പ് സഭയായും ഇടവകയായും ഒക്കെ നൽകിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. വിശ്രമ ജീവിതം അനുഷ്ഠിക്കുമ്പോഴും സഭയ്ക്ക് ഒരു ആവശ്യമുണ്ടെന്ന് അറിയിച്ചപ്പോൾ യാതൊരു തടസ്സവും പറയാതെ യാതൊരു പരിചയമില്ലാത്ത ഒരു ദേശത്തേക്ക് അച്ഛനും കൊച്ചമ്മയും കടന്നു വരുവാൻ കാണിച്ച ആ സന്മനസ്സിനും ദൈവിക സ്നേഹത്തിനുമായി ഞാൻ അച്ഛനോട് ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമുക്കറിയാം, യാത്രയപ്പ് എപ്പോഴും വിഷമം നൽകുന്ന ഒന്ന് തന്നെയാണ്. എങ്കിലും പിന്നീട് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പോൾ അല്പം സന്തോഷിക്കുന്നതിനും ഒന്ന് കണ്ണുകൾ നനയുവാനൊക്കെ സാധിക്കുമെങ്കിൽ ഈ ഒരു യാത്രയപ്പ് നമുക്ക് അർത്ഥവത്തമുള്ളതായിരിക്കും. തിരുവല്ലെന്ന് പറയുന്ന അത്ര അകലം ഉള്ള സ്ഥലമൊന്നുമല്ല. നമ്മൾ പലപ്പോഴും പല ആവശ്യങ്ങൾക്കൊക്കെയായി ആ ദേശങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നവരും സഭയുടെ ഔദ്യോഗിക പല ചടങ്ങുകളിലും മാരാമൺ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള പല ക്രമീകരണങ്ങളിലും ഇവിടുന്ന് യാത്രയായ അച്ഛന്മാരെയൊക്കെ നമ്മൾ കാണുകയും സ്നേഹബന്ധം പുതുക്കുകയും അവരുടെ ഭവനങ്ങളിൽ പോയി സംബന്ധിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല പതിവ് നമുക്കുണ്ടല്ലോ. ആ പതിവ് നമുക്ക് വീണ്ടും തുടരാം. കൂടുതലൊന്നും പറയാതെ ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഇടവകയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന ശ്രീ CC പാപ്പച്ചൻ അവരുകളാണ്. പ്രാരംഭ പ്രാർത്ഥന നടത്തുകയുണ്ടായി. ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഇടവക വൈസ് പ്രസിഡന്റിനെ സ്വാഗതം ചെയ്തുകൊള്ളും. ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട കോശി കുര്യൻ അച്ഛനാണ്. നമ്മുടെ ഏതൊരു ആവശ്യങ്ങൾക്കും എപ്പോഴും ഓടിയെത്താറുള്ള അച്ഛൻ പല സന്ദർഭങ്ങളിലും നമ്മുടെ ഇടവക വികാരിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഈ സമയത്തോട് സന്തോഷത്തോടെ ഓർമ്മിക്കട്ടെ. അച്ഛൻ ഇന്ന് പൊന്നാനിയിലായിരുന്നു വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചിരുന്നത്. അവിടെ നിന്നും ദീർഘദൂരം യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ ദേവാലയത്തിൽ നമ്മളോടുള്ള സ്നേഹത്തിലായിരിക്കുന്ന മൂലം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്.
അച്ഛനെ സംബന്ധിച്ച് ഒരു അതിശയോക്തി പറയുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ 4 വികാരിയച്ഛന്മാർ യാത്രയപ്പിൽ മുഖ്യ പങ്ക് അച്ഛൻ വഹിച്ചു. പണ്ട് ഇപ്പോൾ സാധാരണമായി ഓർക്കുന്നു, പണ്ട് തൊഴിയൂർ സഭയിൽ മാത്യൂസ് മാർ കൂർലോസ് തിരുമേനി കാലം ചെയ്തപ്പോൾ അന്ന് അവിടുത്തെ സീനിയർ വികാരിയായിരുന്ന വർഗീസ് അച്ഛൻ, ബിജേക്കാരച്ഛൻ എന്ന് പറയും. അപ്പോൾ അവിടെ ഒറ്റ കബറിടമേ ഉള്ളൂ തിരുമേനിക്ക്. അപ്പോൾ അവിടുത്തെ എല്ലുകൾ അവിടെ സൂക്ഷിക്കുന്ന പ്രത്യേക അറയിലേക്ക് മാറ്റുന്നത് സീനിയർ വൈദികനായിരിക്കും. അപ്പോൾ ക്രിസ്തോസ് തിരുമേനി അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഇനി ഒരു അസ്ഥി കൂടി മാറ്റുവാൻ അച്ഛന് യോഗം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇനിയൊരു യാത്രയപ്പിന് പോലും അച്ഛനിവിടെ മുഖ്യ അതിഥിയായോ സാദരമായിട്ട് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരണം 1 വർഷമാണ് അച്ഛനും ഈ ദേശത്തുള്ളൂ. തുടർന്നുള്ള 3 വർഷം നമുക്ക് പുതിയ അച്ഛൻ ലഭിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അച്ഛനും കൊച്ചമ്മയും നമ്മുടെ യോഗത്തിൽ സംബന്ധിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ 2 പേരെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളാം. അതുപോലെ ഇന്നത്തെ മുഖ്യ ആദരവ് ഏറ്റുവാങ്ങുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ, കൊച്ചമ്മ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടവകയിലെ പല സംഘടനകളും പ്രാർത്ഥന മുഖ്യ അജണ്ടയാക്കി മാറ്റിയിരിക്കുന്ന അച്ഛൻ പ്രാർത്ഥനയിൽ പരസ്പരം കൈകോർക്കാമെന്നുള്ള വാഗ്ദത്തം നൽകുന്നു. ഏറ്റവും സ്നേഹത്തോടുകൂടി അച്ഛനെയും കൊച്ചമ്മയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അതുപോലെ ഇന്ന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്ന മണ്ഡലം മെമ്പർ ശ്രീ ഗിൽബർട്ട് പോൾ, ഭദ്രാസന കൗൺസിൽ അംഗം ശ്രീ TS ഗിൽബർട്ട്, ഇടവക മിഷനെയും സീനിയർ സിറ്റിസനു വേണ്ടി ശ്രീ ബേബി CV, സേവിക സംഘത്തിന് വേണ്ടി സംസാരിക്കുന്ന ശ്രീമതി സബിത ജിജു, സൺഡേ സ്കൂളിന് വേണ്ടി സംസാരിക്കുന്ന ശ്രീമതി മിൽക്ക ജിക്സൺ, മംഗളഗാനം പാടി അവതരിപ്പിക്കുന്ന ഇടവക ഗായക സംഘം, ഇടവകയ്ക്ക് വേണ്ടി പാരിതോഷികം നൽകുന്ന ഇടവക ട്രസ്റ്റി ശ്രീ ജോൺ T തോമസ്, ഈ യോഗത്തിനെ നന്ദി പ്രകാശിപ്പിക്കുന്ന ഇടവകയുടെ 2024-25 സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ശ്രീമതി ഷീന ബിജു, വന്നിയായിരിക്കുന്ന എല്ലാവരെയും, എല്ലാ കൈസാന സമിതി അംഗങ്ങൾ, വന്നിയായിരുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, ഇടവക ജനങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അടുത്തതായി മുഖ്യപ്രഭാഷണത്തിനായി ദിവ്യശ്രീ കോശി കുര്യൻ കശീശയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത്രയും പെട്ടെന്ന് മുഖ്യപ്രഭാഷണം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ സാധനം നേരത്തെ കിട്ടിയായിരുന്നെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ഓർത്തു വെക്കായിരുന്നു. ഇന്ന് ഈ യോഗത്തിലെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ CC പാപ്പച്ചൻ, ഇടവക സെക്രട്ടറി സ്വാഗതം ചെയ്ത ബൈജു C പാപ്പച്ചൻ, ഇന്നത്തെ ഈ യോഗത്തിൻ്റെ മുഖ്യ അതിഥികളായിരിക്കുന്ന മണവാളനും മണവാട്ടിയായിരിക്കുന്ന നമ്മുടെ അച്ഛനും കൊച്ചമ്മയും, ഈ ഇടവകയുടെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും, എല്ലാ ഓർഗനൈസേഷൻസിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സും, കടന്നു വന്നിരിക്കുന്ന ദൈവവിശ്വാസികൾ, കുഞ്ഞുങ്ങൾ, ഗായക സംഘാംഗങ്ങൾ, ബൈജുവേട്ടൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയായി. അതിശോക്തി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ വാക്കിൻ്റെ മനസ്സിലായില്ല. എന്നാൽ എന്നെ മനസ്സിലാക്കുന്നത് അതിശോക്തി എന്ന് പറയുമ്പം ഇത് ഉയരില്ലെന്നല്ലേ എന്നാ പറഞ്ഞത്. 4 അച്ഛന്മാർ അത് കേൾക്കുമ്പം ചിലപ്പോൾ ഇത് ലൈവ് ഒന്നും അല്ലല്ലോ അല്ലേ. 12 വർഷമായിട്ട് ഞാനിവിടെ ആണെന്ന് വിചാരിക്കും. പക്ഷെ അത് നേരെ തിരിച്ചാ. ദൈവം തമ്പുരാൻ്റെ സന്നിധിയിൽ ഈ മോശയെ വിളിച്ചപ്പോൾ
മോശ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ മിക്കനായിരിക്കുന്നു, ഞാൻ എങ്ങനെ പോകും എന്ന് ഞാൻ ചോദിച്ചതുപോലെ ഈ മലയാളം അറിയാത്ത ആൾ ഞാൻ വന്ന് എങ്ങനെ ഈ മുഖ്യ പ്രഭാഷണം പറയും എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 3 വർഷക്കാലമാണ്. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മളെ ഉപയോഗിക്കുന്ന രീതിയും ഉപയോഗിക്കുന്ന പദവികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും നമുക്കതിനു മുമ്പേ ചോദ്യങ്ങളില്ല. ഞാൻ മെയ് മാസം 21-ാം തീയതി 2021 മെയ് 17-നാണ് ഞാൻ ഈ മാർത്തോമ സെൻറ്ററിൽ ചാർജ് എടുക്കുന്നത്. വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് അടിപൊളി മഴ ഇനി നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. മരുഭൂമിയിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ ഈ മഴ കണ്ടപ്പം ഒരു ആനന്ദം പോലെ തോന്നി. അപ്പോൾ അടുത്ത വർഷം എന്തോ ആയിരിക്കും, മഴയത്തൊക്കെ ഒന്ന് കുളിക്കണം. അന്ന് എന്തോ കാണാനായിട്ട് സാധിച്ചില്ല. ചുറ്റുപാടെല്ലാം നോക്കിയപ്പോൾ നല്ല പച്ചപ്പ, അധികമായ പച്ചപ്പ. അപ്പോൾ ഇതെല്ലാം വെട്ടിക്കളണമെന്ന് വിചാരിച്ചു. 2ാം വർഷം ഈ മഴയുടെ ഉള്ള കോൺസെൻട്രേഷൻ മാറി മാവിലും പ്ലാവിലുമായി. നോക്കിയപ്പോൾ മരത്തിൽ നല്ല ചക്കയുണ്ട്, സെൻറ്ററിൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2 മാവിൽ നല്ല മാങ്ങയുണ്ട്. ഇത് പറിച്ച് കഴിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു, ഇവിടെ എല്ലാവരോടൊക്കെ ചോദിച്ചു ഇത് എങ്ങനെയാണ് സംഭവം. അപ്പോൾ പറിച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ എടുത്ത് വെളി വെച്ചിട്ട് പിന്നെ ഇതൊക്കെ പഴുപ്പിച്ചിട്ട് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും പറിച്ച് ചൂടുവെള്ളത്തിലും ഇട്ട് വെളിയിൽ വെച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം അളിഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത വർഷം ഈ ഒരു പോരായ്മ ഞാൻ നിർത്തും, അല്ലെങ്കിൽ ശരിയാക്കുമെന്നുള്ളത്. അതാണ് ഈ വർഷം. ഈ വർഷം മാവേലോട്ട് നോക്കിയപ്പോൾ മാങ്ങയില്ല, പ്ലാവേലോട്ട് നോക്കിയപ്പം ചക്കയാണെങ്കിൽ അങ്ങ് ആകാശത്ത് കിടക്കുകയാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ്റെ സന്നിധിയിൽ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയുണ്ടായി, ദൈവമേ ഈ വർഷം ഈ മാങ്ങയും ഈ പ്ലാവും ഈ ചക്കയും കഴിക്കാനുള്ള ഏതെങ്കിലും ഭാഗ്യം കിട്ടുമോ എന്ന് ചോദിച്ചു. എന്നാൽ ഇതിൻ്റെ മുമ്പിൽ ഒരു സിൻസിയർ പ്രയറും ഉണ്ടെന്നും വിചാരിച്ചു. ഇങ്ങനെ ഒരു ചക്കയും ഇങ്ങനെ ഒരു മാങ്ങയും ഇങ്ങനെ നമ്മളൊരു 12 മന്ത്സ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ഈ 21 കഴിഞ്ഞ് 22 കഴിഞ്ഞ് 23 കഴിഞ്ഞ് 24-ലേക്ക് നമ്മൾ പ്രവേശിച്ചു. 24-ലേക്ക് പ്രവേശിച്ചപ്പോൾ നമുക്കറിയാം, എന്നെ സംബന്ധിച്ചോളം എന്നോട് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും ആർത്താറ്റ് ഇടവക ഒരു ഭാഗ്യമുള്ള ഇടവകയാണ്. അത് കാരണം നമുക്കെല്ലാവർക്കും സാക്ഷ്യമാണ്, അല്ലേ? ഏത് രീതിയിലും ഒരു ഭാഗ്യമുള്ള ഒരു ഇടവകയാണ്. നമുക്കറിയാം നമ്മുടെ യുവാക്കിൻ തിരുമേനി, അതിനുശേഷം നമ്മുടെ സജൂസി പാപ്പച്ചനച്ഛൻ ഒരു തിരുമേനി പദവി അലങ്കരിക്കുവാൻ തക്കോണം. അത് നമ്മുടെ ഏതൊരു വിശ്വാസത്തിലും അത് ചരിത്രത്തിൽ നോക്കിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം നൽകുന്ന ഒരു ഇടവകയാണ് ആർത്താറ്റ് ഇടവകയായിട്ട് മാറും. എന്നാൽ അത് ദുഃഖവുമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ഇന്നലെ ഞാനും അച്ഛനും ഞങ്ങൾ കൊച്ചമ്മയിരുന്ന് സംസാരിച്ചപ്പോൾ ഒന്ന് നല്ലൊരു അച്ഛൻ വന്ന് ഒരു 3 വർഷം ഇവിടെ നിന്ന് ആത്മാവിൽ കൂടുവാൻ തക്കോണം ദൈവം തമ്പുരാൻ അവിടുന്ന് വരുത്തണം എന്നാണ് അച്ഛൻ്റെ പ്രാർത്ഥന. ഞാനത് ഇന്നലെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ദൈവിക സന്നിധിയിൽ നാം എല്ലാവരും ആയിരിക്കുമ്പോൾ ഈ 65 അല്ലെങ്കിൽ 60 വർഷം നമ്മുടെ ഈ പട്ടത്ത ശുശ്രൂഷയിലേക്ക് കയറിയതിന് ശേഷം ഓരോ വർഷങ്ങൾ ഇങ്ങോട്ട് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ ഭാവികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അന്നേരമാണ് അവസാനമായിട്ട് ഒരു സെൻറ്റൻസ് വൈദികർ സാധാരണ എഴുതാറുള്ളത്. എന്താണ്? ഇനി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം പേരക്കുട്ടികളോടൊപ്പം ഞാൻ എന്തോ ചെയ്യും, ഇനിയുള്ള കാലങ്ങൾ നടത്തുവാനും അല്ലെങ്കിൽ ഇനിയുള്ള ടൈം ഐ വിൽ ബി വിത്ത് ദം. അതാണ് സാധാരണ ഈ വൈദികർ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം. അവർക്ക് ഒരിക്കലും അവരുടേതായിട്ടൊരു സമയം കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ എവറി 3 years, എവറി 4 years they were changing the region. സ്റ്റേറ്റ് മാത്രമല്ല, ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റ് പോകുമ്പം അപ്പോൾ അവിടെ വരുന്ന പ്രയാസങ്ങൾ അത് അതിജീവിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് അവിടെ എന്താണ് കൊടുക്കുന്നത്, അവിടെ ഒരു സാന്ത്വനം കൊടുക്കുന്നത്. യു ഹാവ് ടു ഡു ഇറ്റ്, യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. അവിടെ ചെല്ലുമ്പോൾ ബോംബെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ മറാഠി പഠിക്കേണ്ടത്, കേരളത്തിൽ വരുമ്പോഴാണ് മലയാളം പഠിക്കേണ്ടത്, നോർത്തിൽ പോകുമ്പോഴാണ് ഹിന്ദി പഠിക്കേണ്ടത്. സോ ദേ സ്ട്രഗിൾ ഫോർ സം ടൈം ആൻഡ് ആഫ്റ്റർ ദിസ് സ്ട്രഗിൾ ദേ ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ. വാട്ട് ഈസ് ദ സൊല്യൂഷൻ? Ultimately
ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചോദ്യം ഇതാണ്, ദൈവം ആരെയാണ് വിളിച്ചത്? ഈ പിതാവിനെയാണ് വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പട്ടക്കാരനെയാണ് വിളിച്ചത്? അല്ല, ആ പട്ടക്കാരനോടൊപ്പം വിളിച്ചേർന്ന് ഇരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബസ്കിയാമ. ആ ബസ്കിയാമയ്ക്കും ആ പട്ടക്കാരനും ഉണ്ടാകുന്ന സന്തതികളാണ് ആ വിളിക്ക് പിന്നെ പുറമേ നിൽക്കുന്നത്. ദേ ഹാവ് ടു സ്റ്റാൻഡ് വിത്ത് ദ ഫാമിലി. അന്നെങ്കിലേ നമുക്ക് എന്തുമായിട്ട് മാറാനായിട്ട് സാധിക്കും? ഗ്ലോറിയസ് ഫാമിലി ആയിട്ട് മാറുന്നു, അല്ലേ? അതുകൊണ്ട് സാധാരണ ഏപ്രിൽ മാസം 4-ാം ഞായറാഴ്ച വരുന്ന ഒരു ഏവങ്കേലിയം ഭാഗമാണ് ഈ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള. സാക്രിഫിഷ്യൽ ലൈഫ് മേക്സ് മാരേജ് സക്സസ്ഫുൾ. സാക്രിഫിഷ്യൽ ഓർഡിനേഷണൽ മിനിസ്ട്രി ലൈഫ് മേക്സ് ബ്ലെസ്സഡ് മിനിസ്ട്രി. അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അച്ഛനും കൊച്ചമ്മയും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇനി എന്തു ചെയ്യാൻ പോവാണ്? ഞങ്ങളിനി ഞങ്ങളുടെ കൊച്ചു പേരക്കുട്ടികളെ ഞങ്ങൾ കളിപ്പിക്കാനായിട്ട് പോവുകയാണ്. അച്ഛനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അച്ഛനെക്കാട്ടിലും എനിക്ക് പരിചയമുള്ള അച്ഛൻ്റെ മരുമോനൊക്കെ അച്ഛൻ്റെ ഉണ്ട്. റോബിൻ അച്ഛനുമായിട്ടാണ് എനിക്ക് കൂടുതൽ ബന്ധമുള്ളത്. ഞങ്ങൾ പഴയ ഒരു കൂട്ടുകാരൻ. സെമിനാരി കഴിഞ്ഞിട്ട് അച്ഛൻ നോർത്തിൽ അവിടെ ശുശ്രൂഷയ്ക്ക് വന്ന് അവിടെ വെച്ചാണ് ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ഈ ഫാമിലിയായിട്ട് എനിക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ സ്വപ്നങ്ങളുടെ ലോകത്തിലാണ്, കുരുവളാച്ചനും സുശീല കൊച്ചമ്മയും. വളരെയധികമായ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തു പലയിടങ്ങളിൽ കഴിഞ്ഞതിന് ശേഷം നൗ ദേ ആർ ഗോയിങ് ടു ലീവ് എ ലൈഫ് ഓഫ് റിട്ടയർമെന്റ്. ആ റിട്ടയർമെന്റ് ലൈഫിലേക്ക് അവർ പ്രവേശിക്കും. അപ്പോൾ റിട്ടയർമെന്റ് ലൈഫ് എന്താണ്? റിട്ടയർമെന്റ് ലൈഫ് ഈസ് എ ജേർണി ഫ്രം ദ നാരോ റോഡ് ടു ദ ഹൈവേ റോഡ്. ഒരു നാരോ റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് പോകുന്ന ഒരു ജേർണിയാണ് റിട്ടയർമെന്റ് ലൈഫ്. നാരോ റോഡിനകത്ത് പോകുമ്പോൾ പല സിസ്റ്റമുണ്ട്. അതിനകത്ത് നമുക്ക് എന്തുവാണ് ലിമിറ്റ്, സ്പീഡ് ലിമിറ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്നാൽ ഹൈവേയിലേക്ക് പോകുമ്പോൾ സ്പീഡ് ലിമിറ്റ് കൂട്ടുക, എന്നാൽ സിസ്റ്റത്തിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ദേ ഫെൽറ്റ്, അപ്പോഴവിടെ വിചാരിച്ചു ഇനി ഞങ്ങൾ എന്തുവാ സ്പീഡ് വെച്ച് ഞങ്ങളുടെ ഫാമിലിയോടൊപ്പം ഞങ്ങൾ നിൽക്കാൻ പോകുകയെന്ന് വിചാരിച്ചു. എന്നാൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അച്ഛന് ചെറിയ ചെറിയ ശുശ്രൂഷകൾ സഭ ഏൽപ്പിക്കുന്നത് അത് ചെയ്യാനായിട്ടും എന്നാൽ കുടുംബത്തോട് അടുത്ത് നിൽക്കുവാനായിട്ടും സാധിച്ചു. എന്നാൽ ഐസയ്യ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6, 7, 8, 9 വാക്യങ്ങൾ എന്തോ പറ്റി? അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും ജീവിതത്തിൽ തുറക്കപ്പെട്ടു. ഐസയ്യ 55, 8 and 9 എന്താണ് പറയുന്നത്? യോർ വേസ് ആർ നോട്ട് മൈ വേസ്. നിന്റെ പദ്ധതികളല്ല എൻ്റെ പദ്ധതികൾ. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? ഈ അർത്തിൽ നിന്ന് ആകാശം, ഹെവൻ എത്ര ദൂരമാകുന്നോ അത്രമാത്രം ദൂരെ ആകുന്നു നിന്റെ വിചാരത്തിനെക്കാട്ടിലും എൻ്റെ വിചാരങ്ങൾ. അപ്പോൾ വീണ്ടും വേദപുസ്തകം തുറക്കപ്പെട്ടു. ആ വേദപുസ്തകത്തിന് മുമ്പിൽ തന്നെ തൻ്റെ ശിരസ് നമിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സന്നിധർ കാണിച്ചതാണ് കുരുവളയച്ചനും സുശീല കൊച്ചമ്മയും. അവരുടെ ആ ഒരു ലോകം വിട്ടിട്ട് ഐ നോ പേഴ്സണലി ഹൗ മച്ച് സാക്രിഫൈസ് ദേ ഹാവ് ടു, എത്രമാത്രം സാക്രിഫൈസ് അവർക്ക് ചെയ്യേണ്ടി വന്നു എനിക്കറിയാം. എന്നാൽ അതിൻ്റെ മധ്യത്തിലും അവർ രണ്ടിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് പേഴ്സണൽ ലൈഫിനകത്ത് വരുന്ന സ്ട്രഗിൾസും കൊച്ചമ്മയും അവിടെ ഉണ്ടായിരുന്ന മരുമോനച്ഛനും കൊച്ചമ്മയും കുഞ്ഞുങ്ങളുടെയും ആ ഒരു സാക്രിഫൈസിന്റെ മധ്യത്തിലാണ് ഇവിടെയും വന്ന് ഇത് ബാലൻസ് ചെയ്യാനായിട്ട് ദൈവം തമ്പുരാൻ വിളിച്ചു. ഗോഡ്സ് വിൽ, ഗോഡ്സ് കോൾ, അത് എവിടെ വെച്ചാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അച്ഛനും കൊച്ചമ്മയും ഈ കുന്നുംകുളത്തിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. അന്ന് മുതൽ ഇന്നലെ രാത്രി വരെ ഞങ്ങൾക്ക് ഒരുമിച്ച് പല പ്രാവശ്യവും ഇരുന്ന് സംസാരിക്കുവാനും ഒരു മേശയിലിരുന്ന് പ്രാർത്ഥിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും അതിൻ്റെ അപ്പുറമായിട്ട് ഞാനൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ് ഒരേ മധുബഹായിക്കകത്ത് രണ്ടുപേർക്കും ഒരുമിച്ച് ശുശ്രൂഷകൾ പങ്കാളികളാകുവാൻ തക്കോണത്തിനിടയായി. എന്നെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് എ വെരി ഗ്രേറ്റ് പ്ലഷർ അല്ലെങ്കിൽ ഗ്രേറ്റ് ടൈം. കുരുളാച്ചൻ ബോംബെയിൽ ഭദ്രാസന സെക്രട്ടറിയും ബിഷപ്പ് സെക്രട്ടറിയും ആയിട്ടിരുന്നപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഭദ്രാസന സെക്രട്ടറിമാരും ബിഷപ്പ് സെക്രട്ടറിമാരുടെ അടുത്ത് ഞാൻ ബിഷപ്പിൻ്റെമാരെ അടുത്ത് പോകാറില്ല. പിന്നെ ഈ സെക്രട്ടറിമാർ കേൾക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ അവരായിരിക്കും കുറച്ചുകൂടെ നമ്മളെ ഒരു സ്ട്രിക്റ്റ് വേയിൽ നോക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ പോകാറില്ല.
അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ കൂടെ എനിക്ക് ഒരുമിച്ച് ഒരു അൾത്താര ഞങ്ങൾക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. CA വർഗീസ് അച്ഛൻ്റെ ശേഷം ഞാനൊരു മനുഷ്യനെ കാണുന്നത് PP കുറുള അച്ഛനെയാണ്. അച്ഛനെ സംബന്ധിച്ചോളം ഞാനും എൻ്റെ കുടുംബവും കുഞ്ഞും എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടുന്നോ എങ്ങനെയോ കാണാതെ പോയ അല്ലെങ്കിൽ മരിച്ചുപോയ ഒരപ്പൻ്റെ ഒരു സാന്നിധ്യം അച്ഛൻ എപ്പോഴും അടുത്ത് വന്ന് മനസ്സിലൊന്ന് തട്ടിയിട്ട് പോകുമായിരുന്നു. അച്ഛൻ്റെ വാക്കുകൾ ആ തട്ടിയിട്ട് പോകുമ്പോൾ ഒരു സ്വാന്തനമുണ്ട്. എനിക്ക് എപ്പോഴും, ഞാനും എലിസബത്തും ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛനും കൊച്ചമ്മയും ഈ വണ്ടി പോകുമ്പോഴുള്ള പേടി ഞങ്ങൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഈ അച്ഛനോട് എനിക്കും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, അച്ഛൻ വണ്ടി ഓടിക്കുമ്പോൾ വെച്ച് സൂക്ഷിച്ച് ഓടിക്കുക, സ്പീഡ് കൺട്രോൾ ചെയ്യുക. അച്ഛന് ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു 18-20 ഇയേഴ്സിൻ്റെ ആ ഒരു ഡ്രൈവറിൻ്റെ ആ ഒരു സ്പിരിറ്റിൽ അച്ഛൻ ഓടിക്കുന്നത്. പക്ഷെ ഞാനത് കണ്ടത് പേടിച്ചിട്ടുണ്ട്. ദൈവം തമ്പുരാൻ്റെ കൃപയാൽ അങ്ങനെ ഒരു പിതാവിൻ്റെ സ്ഥാനത്തിൽ നിന്നും മാതാവിൻ്റെ സ്ഥാനത്തിൽ നിന്നും ഞാൻ വരുമ്പോഴേ അച്ഛൻ്റെ പിതാവിന് കൊച്ചമ്മയോട് ചോദിക്കാറുണ്ട്, പിതാവ് അവിടെ ഉണ്ടോ? അപ്പോൾ പിതാവും മാതാവും രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് പറയും. അങ്ങനെ ഒരു സന്തോഷങ്ങൾ പങ്കിട്ട് ചെറിയൊരു നിമിഷമേ ഉള്ളൂ, ചെറിയൊരു നിമിഷം. ബട്ട് ഇറ്റ് ഫെൽറ്റ് എ വെരി ലാർജ് ആൻഡ് ബ്ലെസ്ഡ് മോമെന്റ്. 10 മിനിറ്റ് ചിലപ്പോൾ ഞങ്ങൾ ഇരിക്കത്തുള്ളായിരിക്കും. അപ്പോഴത്തേക്ക് അവിടുന്ന് നമുക്ക് കട്ടൻ ചായം വരും. അച്ഛനറിയാം ഞാൻ കാപ്പി കുടിക്കത്തില്ലെന്നുള്ള. അപ്പോഴത്തേക്ക് അവിടെ നിന്നൊരു വിളി പോവും, ശിലേ. അപ്പോൾ ശില അകത്തുനിന്ന് അവിടെ നിന്ന് കട്ടനൊക്കെ മാറ്റി നമുക്ക് അവിടെ ഒരു കട്ടനൊക്കെ കൊണ്ടുവച്ച് ഒരു എന്താ ഷുഗറിൻ്റെ ഒരു ഇതൊക്കെ കൊണ്ടുവെക്കും. അപ്പോൾ അത് നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അവിടെ ഒരു 10 മിനിറ്റ് ഇരിക്കുകയാണ്. Then we shared a moment of 15 minutes from 1.5 hours പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അച്ഛൻ്റെ പ്രാർത്ഥന ജീവിതമാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ പറയുന്നൊരു കാര്യമുണ്ട്. വാട്ട് ഈസ് ഹോലി കമ്മ്യൂണിയൻ? ഇറ്റ് ഈസ് ആൻ അൺസീൻ ഗ്രേസ് ഓഫ് ആൻ അൺസീൻ ഗോഡ് ഫോർ ദ സീൻ പബ്ലിക്. അൺസീൻ ഗ്രേസ്. അപ്പോൾ ഈ ഇരിക്കുന്ന ആർത്താറ്റ് ഇടവക മാത്രമല്ല, അച്ഛൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെട്ട് പോകുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. അപ്പോൾ ഈ 65-ാം വയസ്സ് 70-ാം വയസ്സ് ഞാൻ ഇപ്പോഴും ചെറുപ്പമാണെന്ന് വിചാരിക്കാം. 70 ഇത് കണ്ടാ തോന്നത്തില്ലല്ലേ? 70 വയസ്സിലായിരിക്കുന്ന അച്ഛൻ ഈ ഒരു ശുശ്രൂഷയിലായിരിക്കുമ്പോഴും ഞങ്ങളെക്കാട്ടിലും, ഞങ്ങൾ എന്ന് പറയുമ്പം എന്നെക്കാട്ടിലും ഭയങ്കര ഒരു 120 എനർജിയിലാണ് അച്ഛൻ പോകുന്നത്. എല്ലാം സിസ്റ്റമാറ്റിക് വേയിലാണ് പോകുന്നത്. പക്ഷെ അച്ഛനെ കണ്ടാൽ പറയത്തില്ല ദാറ്റ് ഹി ഈസ് ഡൂയിങ് എ സിസ്റ്റമാറ്റിക് വർക്ക്. അത് ആ പുഞ്ചിരിയും കൊണ്ട് നമുക്ക് ഡയറക്ഷൻസ് തരാറുണ്ട്. അപ്പോൾ ദൈവം തമ്പുരാൻ അവിടുന്ന് ഇച്ഛിച്ചപ്പോൾ അച്ഛനും കൊച്ചമ്മയും ആ വേദപുസ്തകത്തിന്റെ മുമ്പിൽ ശിരസ് നമിച്ച് ആർത്താറ്റ് കുന്നുകുളം ഇടവകയിൽ വന്ന ഒരു സമയമാണ് ഓർക്കുന്നത്. നിരാശയുടെ മധ്യത്തിലും കണ്ണുനീരിന്റെ മധ്യത്തിലും ഭ്രമിച്ചിരിക്കുന്ന മധ്യത്തിലും വന്ന് നമ്മുടെ ജീവിതമായിരിക്കുന്ന പടകിലിനകത്ത് കർത്താവായ യേശു ക്രിസ്തു ഉറങ്ങിയിരിക്കുന്നത് പോലെ അവിടുന്ന് ശിഷ്യന്മാർ തന്നെ ഓടിച്ചെന്നുകൊണ്ട് പറയുകയാണ്, എന്തിനാ നീ കിടന്ന് ഉറങ്ങുന്നേ എന്ന് എണ്ണീച്ച് വന്ന ഒരു ദൈവമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. PP കുറുള അച്ഛൻ. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങൾ എന്തിനാ ഭ്രമിക്കുന്നത്? അങ്ങോട്ട് എഴുന്നേറ്റ് ഇന്ന് എന്ത് ചെയ്ത് ആ കാറ്റിനെയും കടലിനെയും എന്താ പറഞ്ഞ് ശാന്തമാക്കാൻ പറഞ്ഞു. എന്നിട്ട് ശുശ്രൂഷ അങ്ങോട്ട് തുടങ്ങി. ആ ശുശ്രൂഷ ഈ നാൾ വരെ അവിടുന്ന് ഇത്രയും മഹത്വകരമായിട്ട് തീരുവാൻ തക്കോണം ദൈവം തമ്പുരാനോട് ഇടയാക്കി. ദൈവിക സന്നിധിയിൽ ഏറ്റവും മനോഹരമായ ശുശ്രൂഷ റിട്ടയർമെന്റിന് ശേഷം, റിട്ടയറിന് മുമ്പ് മനോഹരമായി ചെയ്തേ പറ്റൂ ഇല്ലേ? റിട്ടയർമെന്റിന് ശേഷം ചെയ്യാനായിട്ട് സാധിച്ചത് അത് കാണുവാനായിട്ട് കണ്ണ് എൻ്റെ സാക്ഷ്യമായതായിട്ട് ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പല പാഠങ്ങളിൽ ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. ഇപ്പോഴത്തെ നമ്മൾ തലമുറ നോക്കുകയാണെങ്കിൽ ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ഓർഡിയൻ ലൈഫ് ഫോർ ദ പ്രൊഫഷണൽ ലൈഫാണ് ഞാൻ പറയുന്നത്. ഒരു പ്രൊഫഷണൽ. പക്ഷെ കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ ആൻഡ് ടിയർഫുൾ പ്രേയേഴ്സ് കാണണമെങ്കിൽ നമ്മുടെ സീനിയർ പട്ടക്കാരനെ കണ്ടേ പറ്റും. സീനിയർ പട്ടക്കാരൻ്റെ നമ്മൾ പലതും പഠിക്കാനായിട്ടുണ്ട്. അവരുടെ ആ പാത പിന്തുടരുമ്പോൾ ഞാൻ പറയുന്നത് ഇടവകയല്ല, ആ ദേശം അനുഗ്രഹപ്പെടുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഈ ദേശത്ത് അച്ഛൻ്റെയും കൊച്ചമ്മയും സേവനം ഈ നാൾ വരെ നമുക്ക് അവിടുന്ന് ലഭ്യമായത്. ഞങ്ങൾക്ക്
ഒരുമിച്ച് ഇരിക്കുവാൻ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ സെൻട്രലിൽ തിരുമേനിമാർ വരുമ്പോഴും അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും, പ്രത്യേകിച്ച് കൊച്ചമ്മ അടുക്കളയിലോട്ട് വന്ന് കയറി എന്തെങ്കിലും തോരനോ മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും കൊണ്ടുവന്ന് ഞങ്ങളവിടെ, ഞാൻ പറയും കൊച്ചമ്മ എനിക്ക് സെർവ് ചെയ്യാൻ അറിഞ്ഞുകൂടാ, കൊച്ചമ്മ ഒന്ന് നിൽക്കണമെന്ന് പറയും. ആദ്യം പറയും, പിന്നെയും കൊച്ചമ്മ മാറിയിരിക്കും, ഇതാരാ പോയി സെർവ് ചെയ്യുന്നത്, നമ്മളോ അതിനടുത്ത് നിൽക്കാറില്ല. വീണ്ടും കൊച്ചമ്മയോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, കൊച്ചമ്മ ഒന്ന് നിൽക്കണേ എന്ന് പറയും. കൊച്ചമ്മ അവിടെ നിന്നതിന് ശേഷം വീണ്ടും പോകുന്നത് അടുക്കളയിലോട്ടാണ്. എന്തിനാണെന്നറിയാമോ? ഉള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇറങ്ങി വരുന്ന ഒരു കൊച്ചമ്മയാണ് കാണുന്നത്. അതാണ് മദർലി ലവ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു എലിസബത്തിനും പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു. whenever you go and enter in some house, what is your service? ഒരു വൈദികനും ഒരു കൊച്ചമ്മയും ഒരു ഭവനത്തിൽ കയറി ചെല്ലുന്ന പല കാര്യങ്ങളാണ് കുരുളാച്ചിൽ നിന്നും കാണാനായിട്ട്, കൊച്ചമ്മയിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചത്. ദൈവം ഇത്രത്തോളം, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കൂടുതൽ നാൾ കിട്ടിയില്ല. ഞാൻ എന്നാലും ഇടയ്ക്ക് അച്ഛനോട് പറയാറുണ്ട്, അച്ഛാ ഒരു വർഷം കൂടെ നിന്നൂടെ, ഈ അർത്ഥാറ്റുകാർ ഇത്രയും ബുദ്ധിമുട്ടിപ്പിക്കണോ, ഒരു വർഷം കൊണ്ട് നിന്നിട്ട് നമുക്ക് പോയാൽ പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛാ പലതും നമുക്ക് സാക്രിഫൈസ് ആണ്. എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കുടുംബമാണ് റോബിൻ അച്ഛൻ്റെയും സൗമ്യ കൊച്ചമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും കുടുംബം. പല സ്ട്രഗിൾസിനകത്തൂടാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ മധ്യത്തിൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിട്ട് നിൽക്കാൻ പോവായിരുന്നു അച്ഛനും കൊച്ചമ്മയും. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ അവിടെ കാത്തുകൊള്ളാം, നീ ഞാൻ പോകുന്നിടത്ത് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും സേവനം ഈ ഇടത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്നിട്ടും വിട്ടില്ല, എന്നിട്ടും ദൈവത്തെ വിട്ടില്ല. ദൈവം ഈ നാൾ വരെ നടത്തിയതാണെങ്കിൽ മുമ്പോട്ടും ഞങ്ങളുടെ മക്കളെ ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും അവിടെ നിന്ന് ഇറങ്ങി വരാനായിട്ട് സാധിച്ചത്. ഇളയ മോള് നമ്മുടെ ലെപ്രസി പേഷ്യൻസിൻ്റെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളും ഓർത്ത് അച്ഛനും കൊച്ചമ്മയ്ക്കും വളരെയധികമായ പ്രയാസങ്ങളുണ്ട്. മോളാണെങ്കിൽ ഒത്തിരി കമ്മിറ്റഡും ആ മിഷനോടുള്ള ഒരു താല്പര്യത്തോടാണ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്ട്രഗിളിൻ്റെ മധ്യത്തിൽ കുഞ്ഞുങ്ങളോടൊപ്പം അല്പനേരം നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടങ്ങളായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞത്, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ ആടുകൾ ഇവിടെ അല്ല മാനെ, നീ ജനിപ്പിച്ച കുഞ്ഞുങ്ങളല്ല നിന്റെ ആടുകൾ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ആട്ടിൻകൂട്ടം അവിടെ ഉണ്ട്, അവരുടെ മധ്യത്തിൽ നീ ശുശ്രൂഷ ചെയ്യണമെന്നാണ്. ഏറ്റവും നല്ല ഇടയൻ, ഇന്നലെ എനിക്ക് ബൈജുവേട്ടൻ്റെ ആ ഒരു പോസ്റ്റർ ഞാൻ കാണുന്നു, നല്ല ഇടയൻ ഒരു യാത്രയായി. ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് വേർഡ്. ഗുഡ് ഷെപ്പേർഡ് ആകാനായിട്ട് ആർക്കും സാധിക്കും. ഷെപ്പേർഡ് ആർക്കും ആകാം അല്ലേ, ഷെപ്പേർഡ് ആർക്കും ആകാനായിട്ട് സാധിക്കും. എന്നാൽ ദ വേർഡ് ഗുഡ് ഷെപ്പേർഡ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഇന്ന് നമ്മൾ താമസിക്കുന്ന ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേൾഡ് ഓഫ് എക്സ്ക്യൂസസിന്റെ ലോകത്തിലാണ് നമുക്ക് നിൽക്കുന്നത്. ആ എക്സ്ക്യൂസസിന്റെ മധ്യത്തിൽ ദൈവം തമ്പുരാൻ നമ്മളെ എക്സ്ക്യൂസസ് ഇല്ലാതെ അതിജീവിക്കുവാൻ നോക്കണം. ഇവിടെ ഈ ഇടവകയെ സേവനം ചെയ്യാൻ ദൈവം തമ്പുരാൻ കൊണ്ടെത്തിച്ച അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും ഈ നാളുകളുടെ സേവനം ഈ ഇടവകയ്ക്കും ദേശത്തും അനുഗ്രഹമായി തീരുവാൻ തൊക്കൊണ്ടത് ഇടയാക്കി. അതിൻ്റെ അപ്പുറമായിട്ട് ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കും നല്ല ബന്ധങ്ങൾക്കും നല്ല വാക്കുകൾക്കും നല്ല പ്രാർത്ഥനകൾക്കും ദൈവത്തിൻ്റെ ഹൃദയം തട്ടിയ അച്ഛൻ്റെ വാക്കുകളും സാന്ത്വനവും ഞങ്ങൾക്ക് തന്നതിനായിട്ട് നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ചിലപ്പം ദൈവം തമ്പുരാൻ ഇതിലും അപ്പുറമായിട്ട് ഒരു സേവനത്തിന് വേണ്ടിയായിരിക്കും അച്ഛനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ദൈവം തമ്പുരാൻ അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും ഹൃദയങ്ങൾ കണ്ട് ദൈവത്തിൻ്റെ ഹിതം പോലെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ഈ സമയത്ത് എന്നെ വിളിച്ച ആർത്താറ്റ് ഇടവകയുടെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനോടും എല്ലാ വിശ്വാസ സമൂഹത്തിനോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അച്ഛനോടും കൊച്ചമ്മയും ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലും മാർത്തോമ സെൻറ്ററിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്ന് ദൈവം തമ്പുരാൻ നിങ്ങൾ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ. അടുത്തതായി ആശംസ അർപ്പിക്കുന്ന സമയമാണ്. ആശംസാ പ്രസംഗത്തിനായി മണ്ഡലം പ്രതിനിധി ശ്രീ ഗിൽബർട്ട് പോളിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യോഗാധ്യക്ഷൻ പ്രിയപ്പെട്ട CC പാപ്പച്ചേട്ടൻ,
മുഖ്യപ്രഭാഷണം നടത്തിയ മുഖ്യ അതിഥി കുന്നോളം മാർത്തോമ സെൻറ്റർ ഡയറക്ടർ കോശി ഗ്രീനച്ചൻ, ഇന്ന് ഇടവകയുടെ യാത്രാമംഗളങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടവകാരി ബഹുമാനപ്പെട്ട PP കുരുവിളച്ചൻ, സുശീല കൊച്ചമ്മ, പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, ആർത്താറ്റ് ഇടവകയ്ക്ക് ദൈവം നൽകിയൊരു വരദാനമാണ് നമ്മുടെ PP കുരുവിളച്ചൻ. 2019 ശേഷം 6 അച്ഛന്മാർ നമുക്ക് വന്നുപോയി. 6ാമത്തെ വികാരിയാണ് PP കുരുവിളച്ചൻ. ദൈവനിയോഗമാണ് നമുക്ക് ലഭിച്ചത്. കഴിഞ്ഞ 11 മാസക്കാലം ഈ ഇടവകയെ സ്നേഹിക്കുകയും ഇടവക ജനങ്ങളെ സ്നേഹിക്കുകയും ഇടവകയിൽ തൻ്റെ പ്രായം മറന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛനെ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരില്ല. കാരണം നമുക്ക് തക്ക സമയത്ത് തക്കതായ ആളുകളെ ദൈവം ഒരുക്കി തരുമെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. എങ്കിലും അത് കൃത്യമായിട്ട് നമുക്ക് ഈ ആർത്താട് ഇടവകയ്ക്ക് ദൈവം നമുക്ക് കാണിച്ചു തന്നു. കാരണം ഇവിടെ പല നിയോഗങ്ങളും നടക്കേണ്ട ഒരു സമയത്താണ് മാറ്റേണ്ടവരെ മാറ്റി പുതിയ സ്ഥാനത്ത് ലഭിക്കേണ്ടവരെ നമുക്ക് പ്രതീക്ഷിച്ചു തന്നത്. അത് ദൈവനിയോഗമല്ലാതെ വേറെ ഒന്നുമില്ല. അച്ഛനോട് നമുക്ക് പോകണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അച്ഛനും പല ആവശ്യങ്ങളുണ്ട്. പല പ്രാവശ്യം അച്ഛനോട് കമ്മിറ്റിക്കാരായിട്ടൊക്കെ പലപ്പോഴും പറഞ്ഞതാണ്, അച്ഛ ഒരു കൊല്ലം കൂടി അച്ഛൻ നിൽക്കുമോ? അപ്പോൾ അച്ഛന് നിൽക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അച്ഛൻ്റേതായ പല കാര്യങ്ങളുള്ളത് കൊണ്ട് അച്ഛൻ അവിടെ നിന്ന് മാറാതെ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇവിടെ ഒരു പുരോഗമനം നമ്മുടെ ഇടവകയെ ഒന്ന് പുനർജീവിപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അച്ഛൻ്റെ പ്രായത്തിന് അപ്പുറമായിട്ടാണ് അച്ഛൻ ഇപ്പോൾ പ്രവർത്തിച്ചത്. ഏതൊരു വികാരിയേക്കാളും ഏറ്റവും നടന്ന് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ കുറേ ജാടകളൊന്നും കാണിച്ചില്ല. ഇവിടെ പല ജാടകളും കാണിച്ച് പോണ പോലെയല്ല അച്ഛൻ പ്രവർത്തിച്ചത്. ആത്മാർത്ഥമായിട്ട്, നേരത്തെ കോശച്ചൻ പറഞ്ഞു, പ്രാർത്ഥനാനിരതരമായ ജീവിതം, അത് അച്ഛൻ്റെ ഒരു മുഖമുദ്രയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രാർത്ഥനാ ജീവിതം അച്ഛൻ്റെ ഒരു ശൈലിയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നത് ഈ കഴിഞ്ഞ വലിയ നോമ്പ് കാലത്തിൽ അനുസ്മരിച്ചുകൊണ്ട് അച്ഛൻ ദുഃഖവെള്ളിയാഴ്ച ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ ഈ കുമ്പിടല് ഒന്നും ഒഴിവാക്കിയില്ല, എൻ്റെ നട്ടെല്ലിനെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. അത് വലിയൊരു വേദന നിറഞ്ഞൊരു സംസാരമാണ് അച്ഛൻ ഇടവക ജനങ്ങൾക്ക് അന്ന് ലഭിച്ചത്. കാരണം നമുക്ക് ആരോഗ്യമുള്ളവർ എല്ലാവരും, ഞാനുൾപ്പെടെ എല്ലാവരും ഡെസ്കിലും മുള്ളിരിക്കുകയാണ്. അതേസമയം അച്ഛൻ്റെ വയസ്സ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, 70 വയസ്സ് പ്രായമുള്ളൊരച്ഛൻ അച്ഛൻ്റെ നട്ടെല്ലിനെ കാര്യമായി ക്ഷതം സംഭവിച്ച് അതിന് ഇഞ്ചക്ഷൻ ചെയ്ത് 50 നോമ്പിൻ്റെ ഒന്നും വിടാതെ മുട്ടുകുത്തി ഒരു യുവാവിനെ പോലെ എഴുന്നേൽപ്പിച്ചത് ദൈവം തമ്പുരാനാണെന്ന് അച്ഛൻ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞു. അതൊരു വലിയ ഒരു അനുഭവമായിട്ടാണ് നമുക്കെല്ലാവർക്കും മനസ്സിലായത്. അതുപോലെ തന്നെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, നമ്മളിപ്പോൾ യാത്ര സമയത്ത് നല്ലത് മാത്രമേ പറയുള്ളൂ, എങ്കിലും അച്ഛൻ ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞു, പാഴ്സനേജിലേക്ക് എല്ലാവർക്കും വരാം, പക്ഷേ മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് ആരും കടന്നു വരരുത്. പാഴ്സനേജിലേക്ക് എത്ര ആൾക്കാർ വന്നു എന്ന് എനിക്കറിയില്ല. അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ആർക്ക് വേണമെങ്കിൽ വരാം, പക്ഷേ മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് ആരും കടന്നു വരരുത്. അപ്പോൾ എത്ര പേര് വന്നു, എത്ര പേര് വരുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും കമ്മിറ്റിക്കാരൊക്കെ അച്ഛൻ്റെ അടുത്തേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഉപമ, ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് അച്ഛനോടൊരു വ്യക്തി പ്രസംഗം പറയാനായിട്ടൊരു അവസരം ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കുമ്പോൾ ആൾക്കാരൊക്കെ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ എഴുന്നേറ്റ് പോവും. അപ്പോൾ അച്ഛൻ, ഞാനതിനൊരു ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്നുണ്ടോ. എന്താണ് ഈ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന വ്യക്തി പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു, എന്നെ അറിയുന്നൊരു വ്യക്തി പള്ളിയുടെ പുറത്ത് നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ പേരെൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, കുറച്ച് പൈസ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്, കടം വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഈ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം പോയിട്ട് ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. പ്രസംഗം കഴിയണവരെ ഒരു മനുഷ്യൻ പോലും പുറത്തു പോയില്ല.
അങ്ങനെ ഒരു കഥ കേട്ടു. അപ്പോൾ ഈ പാഴ്സേഞ്ചിൻ്റെ കാര്യം കേട്ടപ്പോൾ എനിക്ക് എന്തോ അങ്ങനെ ഇനി ആരാണോ വരോ ഒന്നും അറിയില്ല. പക്ഷേ കൊച്ചമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ കൊച്ചമ്മ ഒരു ഉപദേശന മകളാണെന്നുള്ളത് അർത്ഥവത്തായി നമുക്ക് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. അതായത് പ്രസംഗമായാലും പ്രാർത്ഥനയായാലും ഒരു ഉപദേശിയുടെ മകൾക്കപ്പുറമായി വളരെ സൈലൻ്റായി നിശബ്ദമായ സേവനമാണ് നമ്മുടെ ഇടവകയിൽ നടത്തിയത്. അതുപോലെ തന്നെ അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആരായിട്ടും കൂടുതലൊന്നും അച്ഛൻ അടുക്കില്ല. അച്ഛനൊരു പരിധിക്കപ്പുറമായിട്ട് ആരോടും ചേർന്ന് നിൽക്കില്ല. എല്ലാവർക്കും ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റേഷൻ്റെ അപ്പുറത്ത് അച്ഛൻ ആരെയും അടുപ്പിക്കില്ല. അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും ഏറ്റവും നല്ല സൗഹൃദ ബന്ധം അച്ഛൻ സ്ഥാപിക്കുകയും ചെയ്യും. അതാണ് അച്ഛൻ്റെ ഒരു തന്മയത്വം. അപ്പോൾ നമുക്കിപ്പോൾ അച്ഛൻ ഇവിടുന്ന് പോയാലും നമുക്ക് അച്ഛനെ കാണാനുള്ള സൗകര്യം, അച്ഛൻ തിരുവല്ലയിൽ വരാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ട് വരാനും തയ്യാറാണ്. കാരണം അച്ഛനെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇനി എവിടെയാണ് തിരുമേനിമാർ ഇടവക കൊടുക്കുക എന്നറിയില്ല, അച്ഛൻ അതിലെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നും അറിയില്ല. എങ്കിലും ആർത്താറ്റ് കുന്നോളം ഇടവകയുടെ എല്ലാവിധ ആശംസകളും എൻ്റെ വ്യക്തിപരമായ ആശംസകളും അച്ഛനും കൊച്ചമ്മയ്ക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി ഭദ്രാസന കൗൺസിൽ അംഗം ശ്രീ ഗിൽബർട്ട് ടിയസിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സുദീർഘമായ പട്ടത്ത ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന വൈദിക ശ്രേഷ്ഠൻ റവറൻ PP കുരുവിള അച്ഛനെയും പ്രാണൻ്റെ പാതിയായ പത്നി സുശീല കൊച്ചമ്മയെയും അഭിനന്ദിക്കാനും അനുമോദിക്കാനും ഞങ്ങൾക്കുള്ള നിസ്സീമമായ അഭിനിവേശം ഈ ധന്യമുഹൂർത്തത്തിൽ സവിനയം അനാച്ഛാദനം ചെയ്തു കൊള്ളട്ടെ. സാർവലൗകിക ആത്മീയ മണ്ഡലങ്ങളിൽ പടർന്നു പന്തലിച്ച ദൈവിക മഹത്വത്തിൻ്റെ സൂര്യ തേജസ്സിലെ കോടാനുകോടി രശ്മി കേന്ദ്രങ്ങളെ ഭൂതിപൂർണമാക്കിയ പിതാക്കളുടെ കർമ്മപദങ്ങളിൽ അങ്ങയുടെ സേവനത്തിൻ്റെ സുഗന്ധ പൂർണിമ സവർണ പ്രഭാപൂരം ചൊരിയവേ ഞങ്ങൾ ഈ മൺചുരാതിൽ ഇത്തിരി വെട്ടം കൊളുത്താൻ സദയം സമ്മതിച്ചാലും അങ്ങയുടെ അസാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വിശ്വസ്തനായ സുഹൃത്തും മാർഗദർശിയും സർവോപരി സോദര നിർവിശേഷമായ സഹജീവി സ്നേഹത്തിൻ്റെ സർവസ്വവുമാണെന്ന് ഖേദപൂർവ്വം ഞങ്ങൾ അറിയുന്നു. എങ്കിലും അങ്ങ് ഞങ്ങൾക്കായി വിട്ടുപോകുന്ന വഴിത്താരയുടെ ഔത്കൃഷ്ടവും മസൃണതയും ഞങ്ങൾ എക്കാലവും ഞങ്ങളുടെ സ്വകാര്യതകളിൽ അഭിമാനം സംരക്ഷിക്കുമെന്നുറപ്പ്. നാളെയും അങ്ങയുടെ കർമ്മപദങ്ങളിൽ ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിൻ്റെ പാഞ്ചജന്യം മുഴങ്ങട്ടെ, സൂര്യഗായത്രികൾ ഉണരട്ടെ. നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി ഇടവക മിഷൻ ആൻഡ് സീനിയർ സിറ്റിസൺ ശ്രീ ബേബി CVയെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ ബാബുച്ചേട്ടൻ, മറ്റേ കോശച്ചൻ, ഇന്ന് നമ്മൾ യാത്രയപ്പ് നൽകുന്ന കുരുവിളച്ചനും കൊച്ചമ്മയും ആദ്യമായി എല്ലാ ആശംസകളും അവർക്ക് നേരുന്നു. വളരെ ദീർഘമായി സംസാരിക്കേണ്ട എന്ന് അവിടുന്ന് വരുമ്പോൾ തന്നെ എനിക്ക് പറഞ്ഞു. കാരണം എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഇടവകയുടെ നിലനിൽപ്പിന് പോലും അപകടം പറ്റാവുന്ന തരത്തിലുള്ള സമയത്താണ് ഒരു ദൈവദൂതൻ്റെ കൃത്യവുമായി ഈ പള്ളിയിലേക്ക് കടന്നു വന്ന ഇടവക വികാരിയാണ് ശ്രീ കുരുവിളച്ചൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ നിമിത്തങ്ങളൊക്കെ അതിജീവിച്ച് ഈ പള്ളിക്ക്
ചരിത്രമുറങ്ങുന്നൊരു പള്ളിയാണ്. നൂറ്റാണ്ടുകൾ പിന്നിടുന്നൊരു ദേവാലയം. ആ ദേവാലയത്തിൻ്റെ മാനവും മഹിമയും കാത്തു സംരക്ഷിക്കാൻ മുന്നോട്ട് വന്ന ഈ കുരുവിള അച്ഛനെയും കൊച്ചമ്മയെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾക്ക് നന്ദി. നമസ്കാരം. താങ്ക് യു. അടുത്തതായി സേവികാ സംഘം സെക്രട്ടറി ശ്രീമതി സബിത ജിജുവിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്മാത്ത് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞൊരു വർഷക്കാലം സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച സേവികാ സംഘത്തിന് എല്ലാവിധ നേതൃത്വങ്ങളും നിർദ്ദേശങ്ങളും കൈത്താങ്ങലും നൽകിയ പി കുരുവിള അച്ഛനും എല്ലാ ഞായറാഴ്ചയും സേവികാ സംഘത്തിന് നേതൃത്വം നൽകിയും നിർദ്ദേശങ്ങൾ നൽകിയും ഞങ്ങളൊരു അമ്മയെപ്പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത സുശീല കൊച്ചമ്മയ്ക്കും സേവികാ സംഘത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം മംഗളങ്ങളും പ്രാർത്ഥനകളും അറിയിച്ചുകൊള്ളുന്നു. ഇനിയും കൂടുതൽ പ്രവർത്തിക്കുവാൻ അവർക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു. അടുത്തതായി സെൻട്രൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി മിൽക്ക ജിക്സനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ് സിസി പാപ്പച്ചേട്ടൻ, അതുപോലെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഒരു കോശിയച്ഛൻ, ഇടവകാരി കുരുവിളാച്ചൻ, സുശീല കൊച്ചമ്മ, വിശ്വാസ സമൂഹമേ, സൺഡേ സ്കൂളിന് വേണ്ടി ആശംസ അറിയിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ ഒരു വർഷക്കാലം അച്ഛൻ വരുന്ന സമയത്ത് നമ്മുടെ അവസ്ഥകളൊക്കെ വളരെ മോശമായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായി അറിയാമല്ലോ. സൺഡേ സ്കൂളിനും അത് നന്നായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എങ്കിലും ഈ ഒരു വർഷക്കാലം നന്നായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ അച്ഛൻ്റെ നേതൃത്വം ഞങ്ങളെ വളരെയധികം സഹായിച്ചു. എന്ത് കാര്യവും അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ പ്രാർത്ഥനയോടുകൂടിയാണ് അത് തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്. എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുർബാന കഴിഞ്ഞ് അച്ഛൻ ക്ഷീണാവസ്ഥയിലായിരുന്നെങ്കിലും കൂടി സൺഡേ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് വന്ന് അവരെ പാട്ട് പഠിപ്പിക്കുക, അതുപോലെ തന്നെ അവരെ വാക്യം ചൊല്ലുക, മുടങ്ങാതെ വരാനുള്ള പ്രചോദനം നൽകുക എന്നതിനൊക്കെ അച്ഛൻ്റെ നേതൃത്വം ഞങ്ങൾക്ക് വളരെയധികം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചമ്മയും ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം നേതൃത്വം നൽകിയിട്ടുണ്ട്. ക്യാമ്പിൻ്റെ സമയത്തൊക്കെ വളരെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം. ഒരൊറ്റ വചനത്തിലൂടെ ഞങ്ങൾക്കത് ഭംഗിയായി നടത്തുവാൻ തക്കവണ്ണം വളരെയധികം സഹായിച്ചു. അതുപോലെ തന്നെ VBSൻ്റെ കാര്യത്തിലും തുടങ്ങുമ്പോൾ 50 കുട്ടികളുണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തുടങ്ങിയത്. എങ്കിലും പ്രാർത്ഥനയുടെ ഒരു ശക്തി മൂലം, അതുപോലെ തന്നെ അച്ഛൻ്റെ നേതൃത്വ പാഠവും അച്ഛൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അത് വളരെയധികം സഹായിച്ചു. 80-ൽ പരം കുഞ്ഞുങ്ങളുമായി നമുക്ക് VBS നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചു. VBSൻ്റെ ആദ്യോടന്തം തന്നെ അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും സേവനം വളരെ സുസ്ഥിരമാണ്. ഈ ഒരു വർഷക്കാലം സൺഡേ സ്കൂളിന് വേണ്ടി നൽകിയ എല്ലാ സേവനങ്ങളും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. തുടർന്നും അച്ഛൻ ഇവിടുന്ന് വിരമിച്ച് പോവുകയാണെങ്കിലും തുടർന്നുള്ള ജീവിതകാലം ആയുസ് ആരോഗ്യത്തോടുകൂടി ദൈവനാമനാമത്തിനായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്നും അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും പ്രാർത്ഥന ഇടവക സൺഡേ സ്കൂളിനും അധ്യാപകർക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇപ്പോൾ ഇടവ ഗായക സംഘം യാത്രാമംഗളഗാനം ആലപിക്കും. മറയാതെ
മകുടമായി സന്താപവേളയിൽ സാന്ത്വനമായി അരികിലടഞ്ഞിടും ശാന്തിയുമായി ഞങ്ങളിൽ ഹൃത്തിൽ ദൈവമതായി അരികിലടഞ്ഞിടും ശാന്തിയുമായി ഞങ്ങളിൽ ഹൃത്തിൽ ദൈവമതായി ഓർമ്മയിലെന്നെന്നും ഓളങ്ങളായി അനുഭൂതി പകർന്നൊര സംഗീതമായി ഓർമ്മയിലെന്നെന്നും ഓളങ്ങളായി അനുഭൂതി പകർന്നൊര സംഗീതമായി മറയാതെ മങ്ങാതെ ശോഭിച്ചിടും ഞങ്ങളിലെന്നെന്നും നിൻ വദനം മറയാതെ മങ്ങാതെ ശോഭിച്ചിടും ഞങ്ങളിലെന്നെന്നും നിൻ വദനം വേദനയേറുന്ന വേർപാടതിൽ നൊമ്പരമോടെ ഗായകരും വേദനയേറുന്ന വേർപാടതിൽ നൊമ്പരമോടെ ഗായകരും ഇടറും മൊഴികളാൽ ഞങ്ങളിതാ മൂകമായി നൽകുന്നു യാത്രാമൊഴി ഇടറും മൊഴികളാൽ ഞങ്ങളിതാ മൂകമായി നൽകുന്നു യാത്രാമൊഴി ഓർമ്മയിലെന്നെന്നും ഓളങ്ങളായി അനുഭൂതി പകർന്നൊര സംഗീതമായി ഓർമ്മയിലെന്നെന്നും ഓളങ്ങളായി അനുഭൂതി പകർന്നൊര സംഗീതമായി മറയാതെ മങ്ങാതെ ശോഭിച്ചിടും ഞങ്ങളിലെന്നെന്നും നിൻ വദനം മറയാതെ മങ്ങാതെ ശോഭിച്ചിടും ഞങ്ങളിലെന്നെന്നും നിൻ വദനം ഓർമ്മയിലെന്നെന്നും ഓളങ്ങളാ. താങ്ക് യു. ഉപഹാര സമർപ്പണത്തിനായി ഇടവക ട്രസ്റ്റി ശ്രീ ജോൺ ടി തോമസിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് പ്രസിഡൻ്റ് അങ്കിള്, പിന്നെ നമ്മുടെ ദേശത്ത് പട്ടക്കാരനായ നമ്മുടെ കോശിക്കുര്യൻ അച്ഛന്, പിന്നെ ഞങ്ങളുടെ സ്നേഹനിധികളായ ഇടവജനങ്ങളെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഒരു പുരോഹിതനെ സംബന്ധിച്ച് ഒരിടവകയിൽ വന്ന ആദ്യത്തെ വർഷം എല്ലാമൊക്കെ ഒന്ന് പഠിക്കും, ആളുകളെയൊക്കെ മനസ്സിലാക്കി എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് അടുത്ത്. ഒരു സെക്കൻഡ് ഇയർ തൊട്ടാണ് ശരിക്കും പറഞ്ഞ അങ്ങോട്ട് പ്രവർത്തനം. അപ്പം ഞങ്ങളുടെ ആ ആദ്യത്തെ പഠനമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടൊന്നും സാധിച്ചില്ല. ഇവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. തലവടി ദേശത്ത് ഒരമ്മ, ഒരു സ്ത്രീരത്നം, വിവാഹം കഴിഞ്ഞ് ഒരു 7 വർഷം മക്കളില്ലാതെ, പണ്ടത്തെ കാലം അന്നൊക്കെ
ആളുകൾ ഒരു വർഷം കഴിയുമ്പം തൊട്ടേ മച്ചി മച്ചിന്ന് ഉള്ള പേര് വിളിക്കുക പതിവാണ്. അങ്ങനെ 7 വർഷത്തോളം ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം എനിക്കൊരു മകനെ തന്ന ഞാൻ അതിനെ നിനക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുക. അങ്ങനെ ഒരമ്മ പ്രാർത്ഥിച്ച് കിട്ടിയ മകനായത്. ആ അമ്മയ്ക്ക് അതിനുശേഷം പിന്നെ 6 മക്കളെ കൂടെ ദൈവം കൊടുത്തു. അപ്പോൾ ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന, പിന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതമായപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അതേ ഉള്ളൂ ഞങ്ങൾക്കൊരു പറയാനായിട്ട്. അല്ലാതെ ഒരു കഴിവും ഒന്നുമില്ല. പക്ഷേ പോയിടത്തൊക്കെ ദൈവം തമ്പുരാൻ ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും എടുത്തുപയോഗിച്ചു. അത് ദൈവത്തിൻ്റെ വലിയ കരുണ. ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ എത്രയോ അച്ഛന്മാർ നമ്മുടെ ഇടവകയിലുണ്ട്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് നിരണത്ത് 2 ചെറിയ ഇടവകൾ ശുശ്രൂഷയ്ക്കായിട്ട് തന്നു. 1 വർഷത്തോളം ഞങ്ങൾ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡായി. ഞങ്ങളുടെ ഇവിടെയൊക്കെ പുറത്തോട്ട് ഇറങ്ങാൻ മേലാതെ വണ്ണം വേലി കെട്ടി റോഡെല്ലാം അടച്ചു, ഒരു തരത്തിലും മേല. അപ്പോൾ പിന്നെ മെത്രാപ്പൊലീത്തയുടെ വിവരം പറഞ്ഞു. അങ്ങനെ 1 വർഷം അവിടെ ശുശ്രൂഷിച്ചു. അതിനുശേഷം പിന്നെ പറഞ്ഞ പോലെ മക്കളുടെ അടുക്കൽ പൂനെയിൽ പോയി, ബാംഗ്ലൂരിൽ പോയി, ഇങ്ങനെ പഴയ പിന്നെ വലിയ ആഗ്രഹമായിരുന്നു പഴയ ഇടവുകളിലൊക്കെ പോകണമെന്ന്. അങ്ങനെ എല്ലായിടവും പോയി. അപ്പോൾ അതിന് ശേഷമാണ് ദൈവം തമ്പുരാൻ ഇവിടേക്ക് അയച്ചത്. അപ്പം ഞാൻ ഓരോ ഞായറാഴ്ച, ഇന്നെന്ന് മാത്രമല്ല, ഇന്ന് ഞാനിവിടെ നിന്നപ്പോൾ തൊട്ട് ദൈവമേ ഇതിനൊന്നും ഞങ്ങൾക്കൊരു യോഗ്യത ഇല്ലല്ലോ. പിന്നെ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ഈ ക്രിസ്തീകീർത്തനത്തിലെ പാട്ടുകളൊക്കെ പാടുമ്പം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണ് നിറയാതിരിക്കുന്നത്? ഞാൻ കരഞ്ഞുകൊണ്ടേ എല്ലാ ആരാധനയിലും സംബന്ധിക്കാറുള്ളൂ. മുമ്പേ ഇവിടെ പാടിയ ആ 2 പാട്ടുകളാണേലും സത്യം പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഈ 1 വർഷമേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ അനുഭവങ്ങളൊന്നും നിങ്ങളോട് പറയാനായിട്ട് സത്യത്തിൽ പറ്റിയിട്ടില്ല. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ ഓർത്താൽ ഈ നിൽക്കുന്ന ഞാൻ തന്നെ ആൻറ്റീനായിന്ന് ഷോക്കേറ്റ് തീർന്നു. അറിയാമല്ലോ, ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളം പൊങ്ങുന്ന സ്ഥലമാണ്. അപ്പം ഓണസമയത്ത് ക്രിസ്തുമസിനൊക്കെയാണ് വീട്ടിലോട്ട് പോകുന്നത്. ആ വീട്ടിൽ ഞങ്ങൾ ചെന്ന സമയത്ത് TV കേടാ, ഭൂമിയിൽ ഈ മുറ്റത്ത് തന്നെ ആൻറ്റീന കുഴിച്ചിട്ടേക്കുന്ന, ആരും തൊടരുത്, TV പ്രവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇല്ലാഞ്ഞുകൊണ്ട് അറിഞ്ഞില്ല. TV ഓണാക്കി, പിക്ചർ ക്ലിയറായി കാണുന്നില്ല. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ ആ പൈപ്പ് ഒന്ന് തിരിച്ചാൽ മതി. ആ പൈപ്പേലിരുന്ന് ഞാൻ ചത്തു എന്ന് എല്ലാവരും പറഞ്ഞു. എൻ്റെ കൈയെല്ലാം അങ്ങ് ബ്ലഡ് അങ്ങ് ക്ലോട്ടായി ആകെ തീർന്ന്. അതിൽ നിന്ന് ദൈവം തമ്പുരാൻ വിടുവിച്ച. പിന്നെ എത്രയോ അപകടങ്ങൾ, വണ്ടി ആക്സിഡൻറ്റുകൾ, വണ്ടി ഇടിക്കേണ്ടതായിരുന്നു, പാമ്പ് കടിക്കുക, അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. അതപ്പോൾ എനിക്ക് മാത്രമല്ല, അച്ഛൻ്റെ ഒരു അനുഭവം പറഞ്ഞല്ലോ. 87 വലിയൊരു സർജറി കഴിഞ്ഞതാണ്. നടക്കത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞിടത്തുനിന്ന് ദൈവം തമ്പുരാൻ അതിശയകരമായിട്ട് ഇപ്പോൾ ഒരു 10-25 വർഷമായിട്ട് 2 വീലർ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞിടത്ത് ഒരു 10-25 വർഷമായിട്ട് 4 വീലറൊക്കെ ഉപയോഗിക്കും. ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണയല്ലേ പ്രിയപ്പെട്ടവരെ? എങ്ങനെ നമുക്ക് ദൈവത്തെ എങ്ങനെ മറക്കാൻ പറ്റും? ദൈവത്തിന് എത്ര നന്ദിയും. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരിയും പറയാനാണ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ 2ാമത്തെ മകളുടെ വിവാഹം എല്ലാം റെഡിയായി. ഇന്ന് ശനിയാഴ്ച കല്യാണം, വ്യാഴാഴ്ച രാത്രിയിൽ അറിയുന്നു ആ പയ്യന് ഒരു മറാഠി പെണ്ണുമായിട്ട് 8 വർഷമായിട്ട് അവരൊരുമിച്ച് ജീവിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയേ, എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷേ ദൈവം തമ്പുരാൻ അതിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞിനെയും വിടുവിച്ചു. കുറേ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്നെങ്കിലും ദൈവം പിന്നെ നല്ലൊരു കുടുംബജീവിതം കുഞ്ഞിന് കൊടുത്തു. രാത്രിയിൽ തന്നെ നമ്മൾ വിവാഹം വേണ്ട എന്നൊക്കെ തീരുമാനിച്ച് അതിൻ്റെയൊക്കെ പുറകിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുവാണേലും ദൈവം നടത്തി. വലിയ മോള് 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ 7 സ്കൂളിൽ പഠിച്ചു. പക്ഷേ മുമ്പേ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ എവിടെല്ലാം പോകുന്നു, ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ദൈവം തമ്പുരാൻ വരുത്തിയിട്ടില്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം ദൈവം അതിശയകരമായി അത്ഭുതകരമായിട്ട് നോക്കിക്കൊള്ളും. ഞാനെപ്പോഴും ഓർക്കും, ആസാം തുടങ്ങി ഇനി കുന്നംകുളം വരെ ഞങ്ങളുടെ പ്രാർത്ഥനാ ലിസ്റ്റിൽ ഈ ഇരുന്നിട്ടുള്ള ഇടവേളയെല്ലാം ഞങ്ങൾ ഓർക്കും. അപ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കും, ദൈവമേ, ഒരു 450 രൂപയിൽ തുടങ്ങിയ ജീവിതമാണ്. പക്ഷേ ദൈവം എത്ര അതിശയകരമായി ഒന്നിനും മുട്ടുവരാതെ ദൈവം ഞങ്ങളെ നടത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
പൂർണ്ണ തൃപ്തി, ഈ ജീവിതത്തോട് പൂർണ്ണ തൃപ്തി, 1% പോലും അതൃപ്തിയില്ല. ദൈവം വിശ്വസ്തനായി നല്ലവനായി വേണ്ടതെല്ലാം തക്ക സമയത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കാതിരുന്നിട്ടില്ല. അവരുടെ കാര്യം, അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ദൈവം എല്ലാം അത്ഭുതകരമായിട്ട് ഇതുവരെയും. അതുകൊണ്ട് പൂർണ്ണ തൃപ്തിയാണ്. ഇത്രത്തോളം ജീവിക്കാനായിട്ട് ദൈവം ആയുസ്സും അവസരവും തരുന്നല്ലോ. ഇപ്പോൾ അച്ഛൻ മാർച്ച് 7-ാം തീയതി 69 വയസ്സ് പൂർത്തിയായി 70-ാം വയസ്സിലോട്ട് കയറി. പലപ്പോഴും ഞങ്ങൾ ഇന്നോട്ട് പറയും, എത്രയോ പേര് ഈ പട്ടത്തെ ശുശ്രൂഷ പൂർത്തീകരിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എത്രയോ പേര് അസുഖങ്ങളായിട്ട് ഭാരപ്പെടുന്നു. അപ്പം എങ്ങനെ പ്രിയപ്പെട്ടവർ ഈ ദൈവസന്നിധിയിൽ വന്നിരുന്നാൽ നമുക്ക് കരയല്ലാതെ, ദൈവസന്നിധിയിൽ കണ്ണുനീര് പൊഴിക്കാതെ എങ്ങനെ നമുക്കൊരു ആരാധനയെ പോലും സംബന്ധിക്കാനായിട്ട് പോകും അല്ലേ? ഓരോ കുർബാന എടുക്കുമ്പോഴും അച്ഛന് ആദ്യ സമയം തൊട്ടേ പറയാം, ആദ്യത്തെ കുർബാന എങ്ങനെ എടുത്തോ അതുപോലെ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ എപ്പോൾ അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ കുടുംബജീവിതം തുടങ്ങിയോ അന്ന് ആ ആദ്യത്തെ കുർബാന കാണുന്ന പോലെ തന്നെ ആയിരിക്കണം ഓരോ ആഴ്ചയും. അപ്പോൾ എപ്പോഴും എന്നോടും കുഞ്ഞുങ്ങളോടും പറയും, നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ശുശ്രൂഷയ്ക്ക് ബലം. പക്ഷെങ്കിൽ അതിലെല്ലാം ഉപരിയായിട്ട് ഇടവജനങ്ങളുടെ പ്രാർത്ഥന. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ലാതെ നമ്മുടെ മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും ഒന്നുമല്ല. ഞാൻ നേരത്തെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഈ കുന്നംകുളം എവിടെയാണ്? ഈ കൂർല തിരുമേനിയുടെ ഭദ്രാസനത്തിലാണ് ഞങ്ങൾ ഒത്തിരി കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ എവിടെ കുന്നംകുളം? തിരുമേനിയുടെ വീട് എവിടെയാണ്? എവിടാ കുന്നംകുളം? അന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഈ സ്ഥലം ഞാൻ അന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഈ കുന്നംകുളത്ത് തിരുമേനിയുടെ ഇടവയിലൊന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, പണ്ട് മനസ്സിലൊന്ന് ആഗ്രഹിച്ചതാ ഈ കുന്നംകുളത്ത് അന്നൊരു തിരുമേനി ഉള്ളായിരുന്നല്ലോ, കൂർലോസ് തിരുമേനിയുടെ പള്ളിയിലൊന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ദൈവം തമ്പുരാൻ മനസ്സിൽ കണ്ടു, നിങ്ങൾ റിട്ടയർമെൻറ്റിന് ശേഷം പോവുക. ഇപ്പം നമുക്ക് മുമ്പേ ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 2 പിതാക്കന്മാരെ ദൈവം തന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ. നമ്മളെത്ര ഭാഗ്യമുള്ളവരാ, എത്ര ഭാഗ്യമുള്ളവരാ. ഞങ്ങൾ ഓരോരുത്തരെ കാണുമ്പോഴൊക്കെ പറയും, അച്ഛാ ഇടവ് എത്ര അനുഗ്രഹിക്കപ്പെട്ടതാ, നിങ്ങൾക്ക് അവിടെ പോയി ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റുന്നല്ലോ. സത്യമല്ലേ? അത് ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഇനി വരുന്ന അച്ഛന് പ്രവർത്തിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ശരിയാക്കി. അല്പമെങ്കിലും, മൊത്തം അങ്ങ് പൂർണ്ണമായെന്ന് പറയാൻ പറ്റത്തില്ല, അല്പമെങ്കിലും. പക്ഷേ ഇനി വരുന്ന അച്ഛനുമായിട്ട് നന്നായിട്ട് നിങ്ങൾ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം എന്നുള്ളത് ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ട. അപ്പം നിങ്ങളിൽ നിന്നെല്ലാം ലഭിച്ച സ്നേഹത്തിനും കരുതലിനും ശുശ്രൂഷകൾക്കും എല്ലാത്തിനും നന്ദിയോടുകൂടി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇടവക ഈ മാർത്തോമാ സഭയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടവകയാണ്, നല്ലൊരിടവകയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ഇപ്പം അച്ഛന്മാർ തന്നെ അറിയാമല്ലോ, ഒരു വീട്ടിലെ മക്കൾ ഇപ്പം ഈ വിരൽ പോലെ അല്ലേ, 5 വിരലും വ്യത്യസ്തമാണ്, നീളക്കുറവും നീളക്കുറവില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ സ്വഭാവത്തിലും വ്യത്യസ്തരാണ്. അപ്പോൾ അച്ഛന്മാരും വരുന്നവരും പല സ്വഭാവത്തിലുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ജനങ്ങളെല്ലാവരും എല്ലാ കുടുംബങ്ങളും ഒന്നൊത്തു നിന്ന് പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇടവക മുൻപോട്ട് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രവർത്തന കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവർക്കും വേണ്ടി നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കും എന്നുള്ളത് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവയിലെ പ്രാർത്ഥനാ കൂട്ടങ്ങളും ഇടവ മിഷനും എല്ലാം ശക്തിപ്പെടണം. അതൊന്നും അത്ര അങ്ങോട്ട് ശക്തമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം നിശ്ചയമായിട്ടും സേവ്യാ സംഘവും സൺഡേ സ്കൂളും യുവജന സഖ്യവും എല്ലാം നന്നായിട്ട് പ്രവർത്തിക്കണമെന്നുള്ളത്, അതിനുവേണ്ടി നിശ്ചയമായിട്ടും എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. പിന്നെ ഞങ്ങൾ എപ്പോഴും പറയും, ഓരോ ഹൗസ് വിസിറ്റ് കഴിഞ്ഞ് വരുമ്പോഴും ഉണ്ടല്ലോ, സത്യത്തിലൊരു ഹൃദയത്തിനൊരു വേദനയുണ്ട്. കാരണം വണ്ടിക്കൂലി അങ്ങോട്ടും ഇങ്ങോട്ടും മുടക്കി ആരാധനയ്ക്ക് വരാനായിട്ട് നിവൃത്തിയില്ലാത്ത കുറേ കുടുംബങ്ങളൊക്കെ നമ്മുടെ പള്ളിയിലുണ്ട്. അതുപോലെ തന്നെ വീടില്ലാത്തവർ, സ്വന്തമായി സ്ഥലമില്ലാത്തവർ, നല്ല ജോലിയില്ലാത്തവർ, അങ്ങനെയൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന
കുറേ കുടുംബങ്ങളൊക്കെ നമ്മുടെ ഇടവയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളവരെയൊക്കെ നമുക്കറിയാം. അപ്പം നിശ്ചയമായിട്ടും അവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും എന്നുള്ളത് അത് ഈ സമയം നിങ്ങൾക്ക് വാക്ക് തരാം. നിശ്ചയമായിട്ട് ഇവിടുന്ന് പോയാലും എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ ഓരോ കുടുംബത്തെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ നിശ്ചയമായിട്ടും വെച്ച് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ ഏത് പള്ളിയിൽ പോയാലും എനിക്ക് സ്പെഷ്യലായിട്ട് ഞാനൊരു ഡയറി വെച്ചിട്ടുണ്ട്. ഓരോ വീട്ടുകാരുടെയും കാര്യങ്ങൾ ചെറുതും വലുതും എല്ലാം അതിനകത്തങ്ങ് എഴുതി വെക്കും. അപ്പം നമുക്ക് ആ കുടുംബത്തെക്കുറിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ആണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതുകൊണ്ട് അച്ഛൻ പെട്ടെന്ന് പറയാം, ആ ഡയറി ഒന്ന് എടുത്തേ, അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എല്ലാം എഴുതി വെക്കും. അവർക്ക് എന്തുവാ ജോലി, വൈഫിൻ്റെ വീട് എവിടെ, വൈഫിന് അപ്പനും അമ്മയും ഉണ്ടോ, അങ്ങനെയൊക്കെ എല്ലാം കുത്തിയിരുന്നങ്ങ് എഴുതി വെക്കും. ഇവിടുത്തെ എല്ലാ കുടുംബങ്ങളുടെ എൻ്റെ ആ ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കാൻ, പിന്നെ ആ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ എല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഞങ്ങൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും പോയാലും ആ പതിവ് ഞങ്ങൾ തെറ്റിക്കത്തില്ല, നിശ്ചയമായിട്ടും. അപ്പോൾ എല്ലാ വിധത്തിലും ഈ ഇടവ അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ കുറിച്ച് വെച്ച് അങ്ങ് പറയട്ടെ, നമ്മുടെ ശുശ്രൂഷ എൻ്റെ ആദ്യേട്ടൻ, അദ്ദേഹത്തെ മറക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഒരു സഹോദരൻ അദ്ദേഹം. പലപ്പോഴും ഞങ്ങൾ നേരത്തെ ഇരുന്നിട്ടുള്ള ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഇടവയിലൊക്കെ പള്ളിയുടെ മുറ്റത്ത് തന്നെ പാസനേജ്. അപ്പോൾ ശുശ്രൂഷകന്മാർ എന്നും വരും. മിക്കവാറും സൺഡേയിലെ ആരാധന കഴിയുമ്പം ശുശ്രൂഷകനും ഞങ്ങളും കുടുംബമായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു പതിവാണ് പണ്ട് തൊട്ടേ. ഇവിടെ വന്നപ്പം പാസനേജ് കുറച്ച് ദൂരെയാണ്. എങ്കിലും ഞങ്ങളുടെ ഒരു സഹോദരനെ പോലെ ഈ ഒരു വർഷം ഞങ്ങളെ വളരെയധികം സ്നേഹിച്ചു. അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാ വിധത്തിലും എല്ലാവരോടും ഞങ്ങൾ കടംപെട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ സെൻറ്ററിലുള്ള ക്ലർജി അവരെല്ലാവരും ഞങ്ങളെ ഒരു സഹോദരങ്ങളെ പോലെ കണ്ടു. പ്രത്യേകിച്ചും നമ്മുടെ കൊച്ചി കുര്യനച്ഛനും കൊച്ചമ്മയും കുഞ്ഞും ഞങ്ങളുടെ ഒരു സഹോദരനും കുടുംബമാണ്. ആ വിധത്തിലാണ് ഞങ്ങളോട് ഇടപെട്ടത്. അപ്പം അവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുക. അതുകൊണ്ട് ഒന്നും പ്രത്യേകമായിട്ട് പറയാനായിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, എനിക്കോ, അപ്പോൾ ഇവിടെ പറയുമ്പം ഞങ്ങൾക്കോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ കൃപ കൊണ്ട്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ ഒന്നിനകത്ത് നമുക്ക് പ്രശംസിക്കാനില്ല. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സമയം വരെയും അനുഭവിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞങ്ങളെ ഇങ്ങോട്ട് അയച്ച ദൈവത്തിന് സ്തോത്രം. നിങ്ങളെയൊക്കെ കാണാൻ, പരിചയപ്പെടാൻ, ബന്ധങ്ങൾ പുതുക്കാൻ ഒക്കെ ദൈവം അവസരം തന്നു പ്രാർത്ഥിക്കാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോയാലും നിശ്ചയമായിട്ട് നമ്മുടെ ഇടവേ തന്നെ ചിലരുണ്ട്, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച് പറയുന്നവർ. ഒരു മടിയും വിചാരിക്കരുത്. ഞങ്ങളുടെ ഫോൺ നമ്പർ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. നിശ്ചയമായിട്ടും വിളിച്ച് പറയണം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും, തീർച്ചയായിട്ടും. പിന്നെ ഒരു ദിവസം പോലും രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനയിൽ കുന്നംകുളം ഇടവകയെ മറക്കത്തില്ല. ആസാം തൊട്ട് കുന്നംകുളം ഇടവക വരെ എല്ലാ ഇടവകളെയും ഞങ്ങൾ രാവിലെ, അത് മൊത്തത്തിലാണ് പറയുന്നത്. പക്ഷേ സ്പെഷ്യലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും രോഗമോ പ്രയാസമോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പറയണം. അത് പ്രാർത്ഥിക്കാം എന്നുള്ളത് ഞങ്ങളങ്ങ് ഉറപ്പ് പറയുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ഈ വർഷം അനുഭവിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇവിടുന്ന് വെളുപ്പിനെ ഒരു 3 മണിക്ക് ഒക്കെ ആയിരിക്കും ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. രാത്രിയിലെ സാധനമൊക്കെ എല്ലാം എടുത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ട് 3 മണിക്ക് ചിലപ്പം പുറപ്പെടും, അല്ലെ 3:15 പുറപ്പെടും. ഈ വെളുപ്പാങ്കാലത്തൊക്കെ വണ്ടി ഓടിക്കാൻ വലിയവനായ ദൈവം തമ്പുരാൻ അച്ഛനെ സഹായിച്ചു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും. അപ്പോൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എൻ്റെ കസിൻസൊക്കെ വിളിച്ചിട്ട് പറയും, ഇടി എന്തുവടി ഈ പ്രായമുള്ള അച്ഛനെ കൊണ്ട് ഈ വെളുപ്പിനെയൊക്കെ വണ്ടി ഓടി. ഞാൻ പറഞ്ഞു, അച്ഛനല്ല വണ്ടി ഓടിച്ചത്, ദൈവമാണ്. വണ്ടിയിലോട്ട് കയറിയിരിക്കുമ്പോഴേ എൻ്റെ ജോലി തന്നെ. ഞാൻ വലിയ പേടിക്കാരിയാണ്. വണ്ടി അങ്ങോന്ന് വരുമ്പോഴൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ആവശ്യമില്ലാത്ത പേടിപ്പെടുത്തുന്ന വിധത്തിലൊക്കെ ഇരുന്നുകൊണ്ട് ഓരോന്നൊക്കെ പറയും. എന്നാലും അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ യേശപ്പച്ച വണ്ടിയിലങ്ങ് പിടിച്ചോണേ, അച്ഛനെ ഓടിക്കാനൊന്നും അറിയത്തില്ല, ആ സ്റ്റിയറിയിൽ ഇങ്ങനെയൊക്കെ പിടിച്ചോണേ എന്നും പറയും. അപ്പോൾ വെളുപ്പിനെ നമ്മൾ പോകുന്ന സമയത്ത് ട്രാഫിക് ഇല്ലെങ്കിലും ഉണ്ടല്ലോ, ഈ തടിലോറി ഭയങ്കര ശല്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പോയ സമയത്ത് 2 പ്രാവശ്യം ഒരു ബൈക്കുകാരനും ഒരു ഓട്ടോക്കാരനും അവരുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റാ വന്ന്
നമ്മളെ അറ്റാക്ക് ചെയ്യേണ്ടതായിരുന്നു. വലിയൊരു ആപത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ വിടുവിച്ചു. പകൽ സമയത്ത് പോവുകയാണെങ്കിൽ, ഇങ്ങനെ വെളുപ്പിനെ പോവുകയാണെങ്കിൽ ഒരു 4.5 മണിക്കൂർ മതി. പകൽ പോവുകയാണെങ്കിൽ ഒരു 6-7 മണിക്കൂർ കൊണ്ട് ട്രാഫിക്കൊക്കെ അതിനകത്തൊക്കെ അകപ്പെട്ടങ്ങ് ചെല്ലത്തുള്ളൂ. പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം ദൈവം എത്ര അത്ഭുതകരമായി, എല്ലാ മാസവും ഞങ്ങൾ പോകുമായിരുന്നു വീട്ടിൽ. വലിയവനായ ദൈവം എത്ര നല്ലവനാ. ദൈവം കാത്തു പരിപാലിച്ചു. പിന്നെ ഈ ഇടവയിലെ എല്ലാ സംഘടനകളെയും, പ്രത്യേകിച്ച് കൊയറുകാരെ, എനിക്കാണെങ്കിൽ ആ ഷൈജുവിൻ്റെ ആ പിയാനോ വായനയൊക്കെ കാണുമ്പോൾ എന്ത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും, ഒരാളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, കൊയറിലെ എല്ലാവരുടെയും. വന്ന സമയത്ത് സണ്ണിയേട്ടൻ എന്നെ വിളിച്ചതാണ്. അപ്പോൾ അന്നേരമൊക്കെ അച്ഛൻ പറഞ്ഞു, സേവ്യാ സംഘമൊക്കെ നോക്കണം. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഉള്ളൂ കൊയറിൽ കയറാഞ്ഞത് മിക്കയിടത്ത്. അപ്പോൾ പിള്ളേർ ഒരു മമ്മി ഇത്രയും നല്ലൊരു കൊയറായിട്ട് മമ്മിക്ക് പോയിടത്തെല്ലാം കയറാൻ അറിയാം, മമ്മി എന്ത് ഇവിടെ കയറാഞ്ഞ്? ഞാൻ പറഞ്ഞു, മക്കളെ വിളിച്ചിട്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്, സേവ്യാ സംഘം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് അതെനിക്കൊരു വലിയ ദുഃഖമായിട്ട് എൻ്റെ മനസ്സിലങ്ങ് കിടക്കുക കൊയറിനകത്ത് കയറും. പക്ഷേ മനോഹരം എന്ന് പറഞ്ഞാൽ മനോഹരം, അതിനപ്പുറം പറയാനില്ല കേട്ടോ. അത് നമ്മൾ വേറൊരു പള്ളിയിൽ ചെന്ന് അവിടുത്തെ പാട്ട് കേൾക്കുമ്പോഴാണ് നമുക്ക്. അതുപോലെ തന്നെ സൺഡേയിലെ ആരാധന, ഞാൻ അച്ഛനൊക്കെ പറഞ്ഞു, ഇനി കുറേ ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ആ പാട്ടുകളെല്ലാം ബൈഹാർട്ടാക്കിയേ, പക്ഷേ എനിക്ക് ആ സുറിയാനി പിടികിട്ടിട്ടില്ല. ഫ്ലെമിങ്സിനോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൂടെ ഒന്ന് അയച്ചു തരണം. ബാക്കിയെല്ലാം ബൈഹാർട്ടാണ്, പക്ഷേ ആ സുറിയാനി, പക്ഷെ എന്ത് രസമാണ്, എന്ത് അനുഗ്രഹം, രസം നല്ല എന്ത് അനുഗ്രഹം. പ്രിയപ്പെട്ടവർ, നന്നായി നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. ദൈവം തമ്പുരാൻ അതിന് സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾ, എനിക്ക് സൺഡേ സ്കൂളിൽ സത്യം പറഞ്ഞാൽ ഞാൻ സൺഡേ സ്കൂളിനകത്ത് തന്നെ ആയിരുന്നു, പക്ഷേ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഈ കുഞ്ഞുങ്ങളെല്ലാം പാട്ട് പഠിപ്പിക്കുകയും കഥ പഠിപ്പിക്കുകയും പിന്നെ ഒത്തിരി ക്രാഫ്റ്റ് വർക്കൊക്കെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങളെ ചെയ്യിപ്പിക്കുകയും, പക്ഷേ അതിനൊന്നുമുള്ള അവസരം, സമയം കിട്ടിയില്ല. കുഞ്ഞുങ്ങളും സമർത്ഥരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. പിന്നെ നമ്മുടെ യൂത്തുകാരോ, അവർ കുറച്ച് പേരെ ഉള്ളെങ്കിലും അവർ നല്ല ശക്തന്മാരാണ്. അപ്പം നമ്മളെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ സാധിക്കും. ഇടവ് മിഷനും ശക്തമാണ്, സേവ്യാ സംഘം അതിലും ശക്തമാണ്, എല്ലാം ശക്തമാണ്. പക്ഷെങ്കിൽ എല്ലാവരും ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ ഇടവ ഒന്നിനൊന്നിനൊന്നിനൊന്ന് മെച്ചമായിട്ട്. ഈ എല്ലാവർക്കും ഒരു വല്ലാത്തൊരു പിക്ചറായിരുന്നു, അയ്യോ അവിടെ കുന്തംകുളത്ത് എന്തുവാ. അപ്പം ഞങ്ങളുടെ ജോലി എന്നാന്ന് ചോദിച്ചാൽ കാണുന്നവരോടെല്ലാം, പ്രത്യേകിച്ച് മാരാമണ്ണൊക്കെ ചെന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അവിടെ എന്തുവാ, അവിടെ ഒന്നുമില്ല, അവിടെ കുറേ നല്ല മനുഷ്യരല്ലാതെ ഒന്നുമില്ല, എന്തൊക്കെയോ തെറ്റായിട്ടുള്ളതാ. അപ്പോൾ അതെല്ലാം മാറ്റുകയായിരുന്നു ഈ ദിവസങ്ങളിലെ ഞങ്ങളുടെ ജോലി. ഇനി തുടർന്നും അങ്ങനെ തന്നെ നമ്മുടെ ഇടവ് ഏറ്റവും നന്നായിട്ട് പോട്ടെ. നമ്മുടെ 2 തിരുമേനിമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനി ഈ പറഞ്ഞ പോലെ തിരുമേനിമാർ അവരച്ഛന്മാരിൽ നിന്ന് തിരുമേനിമാരായിപ്പോയി. നമ്മുടെ പള്ളിയിൽ നിന്ന് ഇനി അച്ഛന്മാരൊക്കെ ഉണ്ടാവണം. അച്ഛൻ പറഞ്ഞ പോലെ മിഷൻ ഫീൽഡ് നമ്മൾ എടുക്കണം, അവിടെ പ്രവർത്തിക്കണം, ഒരു സുവിശേഷനെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ വിധത്തിലും ആത്മീയമായിട്ട് നല്ല നിലയിൽ മുൻപോട്ട് പോകാനായിട്ട് സഹായിക്കണം. പിന്നെ എപ്പോഴും അച്ഛൻ ഓർപ്പിക്കുന്നത് പോലെ ബൈബിള് ഇതാണ്. ഇപ്പോൾ ഇതും കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഞാൻ പ്രസംഗം ഒന്നുമല്ല, പക്ഷേ ഇതാണ് നമ്മുടെ ആയുധം. ഇതില്ലെങ്കിൽ നമ്മൾ എന്തോ പറയാനാ അല്ലേ? ഓരോ ജോലി ചെയ്യുന്നവൻ്റെയിലും അവൻ്റെ ആയുധമുണ്ട് കയ്യിൽ. എന്ത് പറഞ്ഞതുപോലെ ഇത് കൈ പിടിക്കാതെ നമ്മൾ എന്തോ പറയാനാ? നിശ്ചയമായിട്ടും ആരാധനയ്ക്ക് വരുമ്പം ബൈബിൾ കൊണ്ടുവരണം, ബൈബിൾ വായിക്കണം, ബൈബിൾ പഠിക്കണം. അപ്പോൾ ചുമ്മാതൊക്കെ ഇരിക്കുമ്പം ബൈബിൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ മറുപടി ലഭിക്കാത്ത ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് എന്താ ചോദിക്കും, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് എല്ലാ കാര്യത്തിനും മറുപടി കിട്ടിയോന്ന്? ഇല്ല, കിട്ടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഈ ദൈവവചനം വായിക്കണം, പഠിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവവചനത്തെ സ്നേഹിക്കണം. ഇതിനെ ചുമ്മുവാണെങ്കിൽ ഇത് നമ്മളെയും ചുമ്മിക്കുള്ളൂ അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരു കാലത്തും തള്ളിക്കളയത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവാശ്രയത്തിൽ വളർത്താം. ലഭിച്ച സ്നേഹത്തിനും കരുതലിനും എല്ലാറ്റിനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിശ്ചയമായിട്ടും ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 1 വർഷം വന്ന ആളുകളെല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞേച്ച് പിന്നെ യാത്ര പറഞ്ഞു പോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. പക്ഷേ എന്നാലും പ്രാർത്ഥനയിൽ ഓർക്കാം. പിന്നെ തിരുവല്ലയിൽ നിന്ന് ഒരു 10 കിലോമീറ്ററോടെ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്നിടത്ത്. എപ്പോൾ എന്തിനു വന്നാലും തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കണം, വീട്ടിൽ വരണം. ഞങ്ങളവിടെ സ്ഥലത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വീട്ടിൽ വരണം. നമ്മുടെ പള്ളിയിലെ ജോജോ
തിരുവല്ലയിലെ ഒരു കല്യാൺ ജുവലേഴ്സിലാണ് ജോലി ചെയ്യുന്നത്. ആ കല്യാൺ ജ്വല്ലറിയുടെ മുന്നിൽ കൂടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടം വരെയൊക്കെ തിരുവല്ല വരെയൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇവിടെ നിന്നൊക്കെ നേരിട്ട് ബസ്സും ട്രെയിനും ഒക്കെ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നാട്ടിൽ വരുമ്പം വരണം. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും അറിയിക്കണം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ പിന്നെയും ഓർക്കാം. വരുന്ന അച്ഛനും കുടുംബത്തിനും വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഇടവ് മുൻപോട്ട് പോകുന്നു എന്ന് കേൾക്കാനായിട്ടാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കാം. പിന്നെ ഇപ്പോൾ സെൻറ്ററിലെ അച്ഛന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട അലക്സാണ്ടർ ഉദ്ദേശി, ഞങ്ങൾ ഒരു വീട് പോലെ കഴിഞ്ഞതാണ്. അദ്ദേഹത്തിന് വലിയൊരു അപകടമുണ്ടായി. ഇപ്പോൾ വീട്ടിലായിരിക്കുന്നു. സൗഖ്യം ദൈവം തമ്പുരാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ കുടുംബത്തെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അവർക്കും വലിയ സങ്കടമുണ്ട്. ഞങ്ങൾ പോകുമ്പം വരണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ലിസിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും കഷ്ടപ്പെട്ടൊന്നും വരണ്ട, ഒന്നുകിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് കണ്ടോളാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനി എന്തായാലും കുന്നംകുളത്ത് വരും, അന്നേരം നമുക്ക് കാണാം. ആ കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറവോ കുറ്റങ്ങളോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി കുശമ. അടുത്തതായി റെവറൻ PP കുരുവിള അച്ഛനെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ചില പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. സമയവും വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് പാപ്പച്ചായൻ, പ്രിയപ്പെട്ട കോശിയച്ചൻ, കേട്ടുകൊണ്ടിരിക്കുന്ന ചുമതലക്കാർ, കമ്മിറ്റി അംഗങ്ങൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ പ്രസംഗമധ്യമൊക്കെ പറഞ്ഞതുപോലെയും ഇടവക സംഘത്തിൻ്റെ മീറ്റിംഗ് ആരംഭിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെല്ലാം നിറവേറുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ ആകെയുള്ള വരുമാനത്തിൻ്റെ ഒരു 5% നിങ്ങൾ മറ്റു കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാതെ പ്രത്യേകമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു മിഷൻ ഫീൽഡ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കാനായി നിങ്ങൾ അതിനൊരു മനസ്സ് കാണിക്കണം. 10% മാറ്റേണ്ടത്. എന്നാൽ അത്രയും ഇപ്പോൾ തൽക്കാലം നമുക്ക് കടവും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും വേണ്ട, ഒരു 5%. അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ നമ്മുടെ വരുമാനം നീക്കിബാക്കി ഉൾപ്പെടെ ഏകദേശം 60 ലക്ഷത്തിൽ പരം രൂപയാണ്. ഒരു 3 ലക്ഷം രൂപ 5% നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാറ്റണം. പോകുമ്പോൾ ഈ പറയുന്നത് നിങ്ങൾ വൃഥാവായിട്ട് എടുക്കരുത്. അടുത്ത വർഷങ്ങളിൽ പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കണം. ഞങ്ങൾ പോയിടത്തെല്ലാം അപ്രകാരം ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ഇടവകൾക്ക് അത് വലിയ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അതോടൊപ്പം കുഞ്ഞുങ്ങളിൽ ചിലരെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നിങ്ങൾ പ്രതിഷ്ഠിക്കണം. അവരെ ദൈവവേലയ്ക്ക് വേണ്ടി ഒരുക്കണം. ഒരുപക്ഷെ എല്ലാവരും അച്ഛന്മാരായി എന്ന് വരികയില്ല. അച്ഛന്മാരാകാൻ ദൈവം സഹായിക്കുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ. ഏതെങ്കിലും വിധത്തിൽ കർത്താവിന് വേല ചെയ്യുവാൻ ചില സുവിശേഷകർ നമ്മുടെ ഇടവകയിൽ ഉണ്ടാകണം. അത് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമാണ്. അപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ പോകുമ്പോൾ അനുസരിച്ചില്ല എന്നൊരു വാക്ക് പറയുന്നില്ല. എന്നാൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വരാത്തൊരു കാര്യമാണ് ആമേൻ ശബ്ദത്തിൽ പറയാത്തത്. എനിക്ക് ചില പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങ് സങ്കടമാണ്. ഞാൻ നിങ്ങളും കൂടെ ശബ്ദത്തിൽ പറയട്ടെ, ഞാൻ കുറേ ശബ്ദത്തിലങ്ങ് പറയും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒത്തിരി ആത്മീയതയുണ്ട് പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രാർത്ഥന കഴിയുമ്പോൾ ശബ്ദത്തിൽ ആമേൻ പറയണം. അത് വളരെ അത്യാവശ്യം. അങ്ങനെയുള്ളതായ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി ഇവിടെ ചില പറഞ്ഞ പോലെ എല്ലാം നല്ലതാണ്. വളരെ ഭംഗിയായി കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കുന്നു. അങ്ങനെ ഈ ഇടവക തുടർന്നും നന്നായി അനുഗ്രഹകരമായി പോകും എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങളെ ഇങ്ങോട്ട് അയക്കുന്നതിന് മുമ്പ് മെത്രാപ്പൊലീത്ത തിരുമേനിയെ കാണാനായി 2 പ്രാവശ്യം പോകുകയുണ്ടായി. ഓരോ പ്രാവശ്യവും ആദ്യത്തെ പ്രാവശ്യം പ്രത്യേകിച്ചും പല കാര്യങ്ങൾ സൂചിപ്പിച്ച കൂട്ടത്തിൽ അച്ഛൻ പോകുന്ന ഇടവകയിൽ നിന്നും ദൈവഹിതമായാൽ ഒരു തിരുമേനി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് അറിയാമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം തിരുമേനി. അന്ന് മുതൽ ഈ നമ്മുടെ അപ്രേം തിരുമേനി ആയത് നമുക്കറിയാവുന്ന പോലെ വാഴിക്കുന്നതിന് ശേഷമാണല്ലോ. അതിനു മുമ്പുള്ളതായ നമ്മുടെ പ്രിയപ്പെട്ട സജു സി പാപ്പച്ചനച്ഛൻ്റെ പേര് പറഞ്ഞ് അതേറ്റവും അനുഗ്രഹമാകണമെന്നുള്ള വലിയ ആഗ്രഹം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം നമ്മളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു എന്ന് എനിക്കറിയാം. ഞങ്ങൾ ആ ദിവസം
തിരുവല്ലയിൽ ഉണ്ട്. തിരഞ്ഞെടുത്ത് വിവരം അറിഞ്ഞ് പുലാത്തിനിലെത്തുമ്പോൾ അനേകരുടെ കൂട്ടത്തിൽ അല്പം താമസിച്ചാണ് ഞങ്ങൾ തിരുമേനിയെടുക്കലോട്ട് ചെല്ലുന്നത്. ആർത്താറ്റ അച്ഛൻ വന്നല്ലോ, ആർത്താറ്റ അച്ഛൻ്റെ ആൾ തിരുമേനി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ. ഇതൊക്കെ വലിയ സന്തോഷകരമായ കാര്യങ്ങളാണ്. അങ്ങനെ എത്രയോ സന്തോഷത്തിൻ്റെതായ അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഞാൻ വിവരിക്കാനായിട്ടുള്ള സമയം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ചിലവിടെ പറഞ്ഞ പോലെ നമ്മുടെ യോഗ്യത കൊണ്ടൊന്നും അല്ലെങ്കിലും ദൈവം തമ്പുരാൻ്റെ വലിയ കൃപയാൽ 81 ഞാൻ പട്ടക്കാരനായി കർത്താവ് എന്നെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്ത്. അതെ പ്രിയമുള്ളവരെ, ജൂലൈ മാസത്തിൽ 2ാമത്തെ പട്ടം കൂടെ കഴിഞ്ഞ് പുത്തൻ കുർബാനയൊക്കെ കഴിഞ്ഞ് സ്ഥലം നിശ്ചയിച്ച് കൽപ്പന വന്നപ്പോൾ എൻ്റെ സ്ഥലം ആസാം മുതലായ സ്ഥലങ്ങളിൽ എൻ്റെ വല്യമ്മച്ചി അച്ഛൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഒത്തിരിയധികം അമ്മച്ചി കരഞ്ഞു. കാരണം 5 ദിവസം യാത്ര ചെയ്യണം ആസാമിൽ അന്ന് എത്തണമെങ്കിൽ. അന്ന് മറ്റേ ഫ്ലൈറ്റ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും അതിന് പോകാനുമുള്ള സംവിധാനങ്ങളോ നമുക്കില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ നാൾ മുതൽ അവിടെ നമ്മളൊക്കെ വിചാരിക്കുന്നതിലപ്പുറമായ ഒത്തിരി അനുഭവങ്ങൾ കൂടെ ഇപ്പോഴും എൻ്റെ നാഗാലാൻഡിലെയും ആസാമിലെയും ആ കാലത്ത് ഉണ്ടായിരുന്ന ജീവിച്ചിരിക്കുന്ന ആളുകൾ അവർ മറ്റുള്ളവരോട് പറയുമ്പോൾ ഞങ്ങളന്ന് ശിലയില്ല, ഞാൻ മാത്രം കടന്നുപോയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒരു ശുശ്രൂഷാ സ്ഥാനത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ഉള്ളതായ യാത്രാ സംവിധാനത്തിലെ പോരായ്മകൾ ഒക്കെ സഹിച്ച് എല്ലാം കർത്താവ് ഏൽപ്പിച്ചതാണെന്നുള്ള വിശ്വാസത്തോടെ 7 സംസ്ഥാനങ്ങളിൽ ഒരു മാർത്തോമാ പട്ടക്കാരനായി ശുശ്രൂഷ ചെയ്യുവാൻ ആദ്യകാലങ്ങളിൽ ഭാഗ്യം ലഭിച്ചതാണ് ഞാൻ. അതുകൊണ്ട് എല്ലായിടത്തും എല്ലാവരും ഒരു ഇടവകയിൽ നിന്ന് പോലും ഈ അച്ഛനെ ഞങ്ങൾക്ക് വേണ്ട എന്നൊരിക്കൽ പോലും എങ്ങും ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പോരുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ 5 വർഷമായാലും 1 വർഷം കൂടെ ഇരിക്കാമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 2 പേരും പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ട് മാത്രമാണ്. ഈ ഇടവകയിലും നിങ്ങളെപ്രകാരം ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ കരുതി, നന്ദി കരയേറ്റുന്നു. നമുക്കെല്ലാവർക്കും ഓരോ സ്ഥലങ്ങളുടേതായ പ്രത്യേകതകൾ ഉള്ളത്, കുന്നംകുളത്തുകാരുടേതായ പ്രത്യേകതകളുണ്ട്. അത് മനസ്സിലാക്കി ശുശ്രൂഷ ചെയ്യുവാൻ വരുന്ന അച്ഛന്മാർക്ക് ഇടയായാൽ നിശ്ചയമായും ഇടവക ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെടും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കും എന്നെനിക്കറിയാം. എനിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഒരു ഗ്രൂപ്പല്ല പല ഗ്രൂപ്പുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അതിൻ്റെ ഒരു കുഴപ്പം, നേരത്തെയൊക്കെ മോർണിംഗ് ഗ്രൂപ്പ് എന്നും പറഞ്ഞ് പല ഗ്രൂപ്പ്സ് ആക്കുമായിരുന്നു. അത് ഗൂഗിളുകാരുടെ ചില പ്രത്യേക ക്രമീകരണം ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആക്കിയിരിക്കുകയാണ്. അതുകൂടാതെ മറ്റ് പല ഫാമിലി ഗ്രൂപ്പുകളും ചില ഇടവകളുടെ ഗ്രൂപ്പുകളും എല്ലാം കൂടെ ചേർന്ന് ഏകദേശം രാവിലെ ഞാൻ ഒരു 3000-ലധികം പേരുമായി എനിക്ക് ബന്ധമുണ്ട് പ്രിയമുള്ളവരെ. ആ കൂട്ടത്തിൽ നമ്മുടെ ആർത്താറ്റ ഇടവകയിലെ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കുറച്ച് പേരെ ചേർന്നിട്ടുള്ളൂ. ഇടവകയുടെ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇനി ഞാൻ ഇടവകയുടെ ഗ്രൂപ്പിൽ 1-ാം തീയതി തൊട്ട് കാണത്തില്ല. അതിനെനിക്ക് ഇടവകയുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങളിൽ പരിചയമുള്ള നമ്പർ വാട്സപ്പ് ഉള്ളവരെയൊക്കെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാക്കാം. ദൈവം നിശ്ചയമായും അങ്ങനെ നമുക്ക് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. നിങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ മെസ്സേജ് താമസിച്ചാൽ അത് നോക്കിയിരുന്നിട്ട് മെസ്സേജ് കണ്ടില്ലല്ലോ, എന്ത് പറ്റി അച്ഛന് എന്നറിയാൻ വിളിക്കുന്നവരും മെസ്സേജ് അയക്കുന്നവരുടെ ആ സ്നേഹത്തിൻ്റെ ആ വലിപ്പം എത്രമാത്രമാണെന്ന് രുചിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ട് കാര്യമായൊന്നുമില്ല. എന്നാലും ആളുകൾക്ക് എന്തൊക്കെയോ കിട്ടുന്നു എന്നുള്ള ബോധ്യമാണ് അവർക്ക്. പ്രിയമുള്ളവർ, അത് ഞാൻ നിങ്ങളെയും അതിനകത്ത് ഉൾപ്പെടുത്തും. നിശ്ചയമായിട്ടും നമുക്കുള്ള സ്നേഹബന്ധങ്ങൾ എന്നും പുലർത്തിക്കൊണ്ടിരിക്കാനത് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാവരും കാണിച്ച സ്നേഹത്തിന്, എല്ലാ സംഘടനകളും ഞങ്ങളോട് കാട്ടിയ സ്നേഹത്തിന്, കരുതലിന് നന്ദി കരയേറ്റുകയാണ്. എല്ലാ സംഘടനകളും എൻ്റെ ഒരു വാക്ക് ഞാനങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ്, കുറച്ചുകൂടെ നന്നാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. ഇത്രയും പോരാ, നമുക്ക് കുറേ കൂടെ ആകും. ഞാൻ ഈ നമ്മുടെ പഴഞ്ഞിയിലെ സ്നേഹത്തിലാണ്
സൺഡേ സ്കൂളിൻ്റെ ഇന്നത്തെ ചുമതലക്കാരുമായിട്ട് ഒരു ബെറ്റ് വെച്ചായിരുന്നു. ഞാൻ തോറ്റുപോയി. എന്താണെന്നറിയാമോ? അടുത്ത വർഷം, കഴിഞ്ഞ വർഷം പറഞ്ഞാണ്, ഞങ്ങൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വാങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞ് വാശിയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. പറ്റിയില്ല. എന്നാലും അടുത്തടുപ്പിച്ചൊക്കെ വന്നു. നമ്മൾ വലിയ കുഴപ്പമില്ലാത്തൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ അടുത്ത വർഷം എൻ്റെ ഈ വാശി തീർക്കണം. കുഞ്ഞുങ്ങളെ നന്നായി അത് പഴഞ്ഞിക്കാറുള്ള ദേഷ്യമൊന്നുമില്ല. അവർ നല്ലവരായിട്ട് പോട്ടെ. അവർക്കും നമുക്കും എല്ലാവർക്കും അതായത് ഞങ്ങൾക്ക് ഉള്ളൊരു കുഴപ്പം, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിലെ സംഘടനകളെല്ലാം നമ്പർ 1 ആണ്. അങ്ങനെ പലയിടത്തും ആയിപ്പോയി. അതുകൊണ്ടാണ് കായിക സംഘം എവിടെ പോയാലും പ്രൈസ്, കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ എവിടെ പോയാലും 1ാം സ്ഥാനം, അതെന്ന് പറഞ്ഞാൽ സെൻറ്ററിലും ഭദ്രാസനത്തിലും ഒക്കെ. അപ്പോൾ അങ്ങനെ ആയത് പോയതുകൊണ്ട് ചെല്ലുന്നിടത്തെല്ലാം അങ്ങനെ ആകണമെന്നുള്ള വിചാരം കൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. നിങ്ങളാരും പോയി അവരോട് പറഞ്ഞ് എന്നെ പിണക്കരുത്. അവർക്കെല്ലാം എന്നെ വലിയ കാര്യമാണ്. പഴഞ്ഞിക്കാരോടൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എല്ലാം നന്നായിരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ യുവനസഖ്യവും ഗായക സംഘവും എല്ലാം അപ്രകാരം, ഇടവ മിഷനും നമ്മുടെ പുതുതായി തുടങ്ങിയ സീനിയർ സിറ്റിസണും സേവിയ സംഘവും നമ്മൾ ഒരിക്കലും ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നത്. ഒന്നുകൂടെ പറയുന്നതിൽ എന്നോട് നിങ്ങൾ പരിഭവം തോന്നരുത്. നമ്മുടെ സേവിയ സംഘം ഇനി നടക്കുമോ ഇല്ലയോ, ഒരു ചുമതലക്കാരെ കിട്ടുമോ? ഒടുവിൽ ഒരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, ചുമതലക്കാരില്ലെങ്കിലും സാരമില്ല, നമുക്കങ്ങ് മീറ്റിംഗ് മാത്രം നടത്തി പോകാം എന്നൊരു നിലയിലേക്ക് വരെ വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വേദനയും ഇടവകയുടെ ആവശ്യം മനസ്സിലാക്കി ചുമതലാസ്ഥാനത്തേക്ക് വരാമെന്ന് സ്വയം ഏറ്റതായ നമ്മുടെ സബിത, അതുപോലെയുള്ളതായ ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ മുൻപോട്ട് വരണം, ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം തന്നെ കമ്മിറ്റിയിൽ 1-2 ഭാഗത്ത് ആളുകളില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാകാം എന്ന് പറഞ്ഞ അങ്ങനെ അതുപോലെ ഈ ഇടവക നന്നായി മുമ്പോട്ട് പോകാൻ സാധിക്കും. നിങ്ങളെല്ലാവരും അപ്രകാരം ഇടവകയെ സ്നേഹിക്കണം, ഇടവക നന്നാകണം. ഈ വഴിയരികിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല വെളിച്ചം പകരുന്ന സാക്ഷ്യമുള്ള ഇടവകയായിട്ട് നമുക്ക് തീരണം. 2 തിരുമേനിമാറുള്ള ഇടവക എത്ര അനുഗ്രഹിക്കപ്പെട്ടതെന്ന് മറ്റുള്ളവർ പുറമേ നിന്ന് പറയുമ്പോൾ അത് അകത്തെ അനുഭവം തന്നെയാണ് എന്ന് പറയത്തക്ക വേണം. ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാറ്റിനായും ഈ നല്ല ഒരു മൊമെൻറ്റോ, പിന്നെ നമ്മുടെ ഈ പേഴ്സ്, ഇതിനു വേണ്ടിയെല്ലാം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നന്ദി അറിയിക്കുന്നു. പുതിയ ചുമതലക്കാരെ ദൈവം ഇടവയെ നന്നായി എടുത്ത് ഉപയോഗിക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചില പറഞ്ഞല്ലോ, ഇടവകയിൽ നമ്മൾ വിചാരിക്കാത്ത വിധത്തിൽ ആവശ്യത്തിലിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന എളിയ സഹായങ്ങൾ വ്യക്തിപരമായും ഇടവകയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാവുന്ന ആ കാര്യങ്ങൾ അതിൻ്റേതായ പരിധിയിൽ നിന്നുകൊണ്ടും, ചിലരെയൊക്കെ മാത്രം അവരുടെ മുഴുവൻ ആവശ്യവും നിറവേറ്റാൻ പറ്റിയിട്ടില്ല. ചിലർ വിളിച്ച് പറയും, ഉടനെ ഞാൻ ട്രസ്റ്റിയെ വിളിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രമീകരണങ്ങൾ, അങ്ങനെയൊക്കെ സഹായം പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇടവകയിൽ. അവരെയൊക്കെ കൈക്ക് പിടിച്ച് സിഖുകാരുടെ കൂട്ടത്തിൽ ഒരൊറ്റ പട്ടിണിക്കാരനും ഇല്ലാത്തതുപോലെ മറ്റ് നമ്മുടെ സമീപത്തുള്ള മുസ്ലിം സമുദായങ്ങളിലുള്ള ആളുകൾക്ക് അവരുടെ പ്രയാസപ്പെടാൻ ആരും അവരനുവദിക്കാത്തതുപോലെ നമ്മുടെ ഇടവകയിലെ ഒരൊറ്റ കുടുംബം പോലും സാമ്പത്തിക പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടാതെ, വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ട് പള്ളിയിൽ വരാതിരിക്കുന്നൊരനുഭവം ഉണ്ടാകാതിരിപ്പാൻ പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ നിങ്ങൾ കരുതണം. ഇതെല്ലാം പറയുമ്പോൾ ഒരു 10-60 വീട്ടുകാരാണ് ഈ ആകെയുള്ള 235 വീട്ടുകാരുടെയും കാര്യങ്ങൾ നിറവേറ്റുന്നുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല. നിങ്ങളുടെ സേവനം നിശ്ചയമായിട്ടും ദൈവം മാനിക്കും. ഒത്തിരിയും പേര് ദൂരെയാണ്, അവർ പലപ്പോഴും സഹായിക്കുന്നുണ്ട്. നമ്മൾ ആവശ്യം പറഞ്ഞപ്പം ഒത്തിരിയും പേര് പല രീതിയിൽ നമ്മൾ പ്രതികരിച്ച് സഹായിച്ചു. എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ദൈവം തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ചാലിശ്ശേരിയിൽ പോയിട്ട് തിരികെ വന്നതിന് ശേഷം വളരെ അത്യാവശ്യമുള്ള 1-2 പേരെ കാണും. പിന്നെ ഞങ്ങൾ പാസനേജിൽ കാണും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു വീട്ടിൽ വരെ പോയതിന് തിരിച്ച് വന്ന് പിന്നെ അവിടെ കാണും. രാവിലെ 7 മണി മുതൽ പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും പാസനേജിലേക്ക് വരണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരിയുണ്ട്. വരാൻ അവകാശം ലഭിക്കുന്നവർ വന്ന് പ്രാർത്ഥിച്ചയക്കുന്നത് സന്തോഷമാണ്. ആര് വന്നാലും നാളെ നിങ്ങൾക്ക് ആർക്കും കാപ്പി തരാനായിട്ടുള്ള സംവിധാനമില്ല. അതുകൊണ്ട് അല്ലാത്ത ദിവസങ്ങൾ വന്നിരുന്നെങ്കിൽ നിശ്ചയമായും
ഒരു കട്ടൻ കാപ്പിയെങ്കിലും തന്നേനെ, പക്ഷേ അത് നാളെ ഒക്കത്തില്ല. പക്ഷെങ്കിൽ നിങ്ങൾ വരുന്നത് സന്തോഷമാണ്. എന്നാൽ തിരുവല്ലയിൽ ഉള്ള ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും മുകളിലുള്ള ഞങ്ങളുടെ റൂമിൽ താമസിക്കാം. അതിന് ഒരു മടിയും ഉണ്ടാകത്തില്ല. യാത്ര അയക്കേണ്ടടുത്ത് കൊണ്ടുപോയി യാത്ര അയക്കാം, പിക്ക് ചെയ്യേണ്ടടുത്ത് വന്ന് പിക്ക് ചെയ്യാം, വേണ്ട കൂട്ടായ്മ നൽകാം. അതിന് നിങ്ങൾ ഒരുങ്ങണം. ഞങ്ങളുടെ സ്നേഹം ആ വിധത്തിൽ അനുഭവിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിക്കുന്ന എല്ലാറ്റിനും ഒരു പക്ഷേ വരാൻ പറ്റിയെന്ന് വരികയില്ല. എന്നാൽ മാക്സിമം അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കാം എന്ന് മാത്രം. എന്നാൽ എല്ലാവർക്കും തരാവുന്ന ഒരേ ഒരു ഉറപ്പ് ചില ആവർത്തിച്ചായിരുന്നു, പ്രാർത്ഥനയാണ്. അത് ഞങ്ങൾ നിശ്ചയമായിട്ടും ചെയ്യും. എനിക്ക് എൻ്റെ ഈ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടും പലപ്പോഴും ഈ കെ എന്ന് പറയുന്ന എൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരം തന്നെയാണല്ലോ കെയിൽ ആരംഭിക്കുന്ന ഒത്തിരി സ്ഥലങ്ങൾ ശുശ്രൂഷ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പം അവസാനിപ്പിക്കുമ്പോൾ ദൈവം വിചാരിച്ചു കെയിൽ ആരംഭിക്കുന്ന ഒരു സ്ഥലത്തൂടെ പൊയ്ക്കോട്ടെ, അത് തിരുമേനിമാരുള്ള പള്ളിയും കൂടെ ആയിക്കോട്ടെ. അതെപ്പോഴും ഓർക്കാൻ നല്ലതാണല്ലോ. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് കാണാവേ. ഈ സമയത്ത് ഇവിടെ ഒരച്ഛനായിരിക്കാൻ ആഗ്രഹിച്ച് വേറെ പലരും കാണുമെന്നാണ് എൻ്റെ ചിന്ത. കാരണം അവരുടെ വാക്കുകളിൽ നിന്ന് സ്നേഹത്തോടു കൂടിയുള്ളൊരു കുശുമ്പിൻ്റെ വാക്ക് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാലും ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ. അച്ഛന്മാരാ പറയുന്നത് കേട്ടോ. അതെ പ്രിയമുള്ളവരെ, നിശ്ചയമായിട്ടതൊരു ഭാഗ്യമാണ്, അതൊരവസരമായിരുന്നു. ദൈവം ഞങ്ങളെ ആ വിധത്തിൽ ഉപയോഗിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടുകൂടെ അതെല്ലാം ഓർക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തെങ്കിലും വാക്കിലോ പ്രവർത്തനങ്ങളിലോ ആഗ്രഹിച്ച വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കാതെയോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സദയം നിങ്ങളോടെല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. പ്രാർത്ഥനയും കണ്ണുനീരും അതുമാത്രമേ വാഗ്ദത്തം നൽകാനായിട്ടുള്ളൂ. അതെ, നല്ല ഗ്ലോറിയസായി ബ്ലെസ്സഡായി തുടർന്നും പ്രവർത്തിക്കുന്നതിന് സ്വാതന്ത്ര്യത്തോടെ ഇനിയും എല്ലായിടത്തും പോകാനുള്ള അവസരമുണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ അതൊക്കെ സഭയ്ക്ക് വേണ്ടി നിർവഹിക്കുന്ന മനസ്സാണ് ഇപ്പോഴും ഉള്ളത്. അത് തുടർന്നും ദൈവം അപ്രകാരം സഹായിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ നമ്മുടെ തിരുമേനിമാർക്ക് രാവിലെ എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചതായുള്ള തിരുമേനിമാർക്ക് മെസ്സേജ് അയച്ചപ്പോൾ നിങ്ങൾ അർപ്പിച്ച വിശ്വാസം മുഴുവനായി കാത്തു സൂക്ഷിച്ചു എന്ന് ഞാൻ അങ്ങനെ ഓർക്കട്ടെ. മുഴുവനായി തീർത്തു എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ അർപ്പിച്ച വിശ്വാസം, ഇടവക്കാരായ നിങ്ങൾ ഞങ്ങളോട് കാണിച്ച ആ അർപ്പിച്ച വിശ്വാസം ഒരു പരിധി വരെ പാലിച്ചു. സന്തോഷത്തോടെ ഞങ്ങൾ തിരികെ പോകട്ടെ. ദൈവം നമ്മളെയും നിങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. വ്യക്തിപരമായ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതലായി പറയാനുള്ള അവസരമില്ല. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വിനയപ്പെടുന്നു. ദൈവം നമ്പരാൻ നമ്മളെല്ലാവരെയും അത്ഭുതകരമായി അതിശയകരമായി പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തൻ്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും അനവധിയായി നിങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഇടവകയുമേലും ദേശത്തിന്മേലും ചൊരിയട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. നന്ദി, സന്തോഷം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വെരി മച്ച്. ഭാഗഭാക്കാകുവാൻ നമ്മുടെ കുരുവളാച്ചനും സുശീല കൊച്ചമ്മയ്ക്കും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കോശിയച്ഛനും ഇടവക ചുമതലക്കാർക്കും എല്ലാവർക്കും സാധിച്ചു എന്ന് പറയാതിരിക്കാൻ തരില്ല. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. സെക്രട്ടറി എന്നെ വിളിച്ച് ഇന്നലെ പറഞ്ഞു, നന്ദിയോടുകൂടി തുടങ്ങാം. ഇന്ന് നന്ദി പ്രകാശിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, എല്ലാം നന്ദിയോടുകൂടി തുടങ്ങുന്നത് ആദ്യമായി നമ്മൾ നന്ദി കരയേറ്റുന്നത് ഏറ്റവും വിശ്വസ്തനായ നമ്മുടെ ദൈവത്തിന് തന്നെയാണ്. പാപ്പച്ചേട്ടൻ അതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ്. 90-കൾ കഴിഞ്ഞ സമയത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു വേദിക്ക് അധ്യക്ഷ പദമലങ്കരിക്കാൻ പാപ്പച്ചേട്ടനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. ഈ ഒരു വർഷം പാപ്പച്ചേട്ടൻ വൈസ് പ്രസിഡൻ്റായി. വളരെ പ്രായം കൂടുതലുള്ള ആളാണ്. ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ പാപ്പച്ചേട്ടൻ എന്ന് തന്നെ വിളിക്കും. പാപ്പച്ചേട്ടൻ എന്നല്ല വിളിക്കേണ്ടത്, എന്നാലും അങ്ങനെ തന്നെ വിളിക്കാം. അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്.
അപ്പോൾ ഞങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിച്ച സമയത്ത് ബാബുച്ചേട്ടൻ പറഞ്ഞു, പുതിയ ചുമതല ഏറ്റെടുത്ത എല്ലാവരും പ്രത്യേകം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് എൻ്റെ കൂടെ അനുമോദിക്കാൻ വന്ന ഒരു വ്യക്തിത്വം പറയുണ്ടായി, മകൻ വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ വൈസ് പ്രസിഡൻ്റായി ഇവിടെ ഉണ്ടാകണം എന്ന ആ ഒരു വാചകം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആ ഒരു ഭാഗ്യം പാപ്പച്ചേട്ടന് ദൈവം ഒരുക്കി കൊടുത്തു. ഇന്ന് ഈ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നു. പാപ്പച്ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഇടവകയുടെ സന്തോഷം, നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്നത്, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ കോശിയച്ഛനാണ് എന്ന് പറഞ്ഞു. കാരണം നന്ദി പറയുമ്പോൾ ആർക്കൊക്കെ പറയണമെന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ കോശിയച്ഛനാണെന്ന് പറഞ്ഞു. അച്ഛൻ കൃത്യസമയത്ത് തന്നെ ദൈവം അച്ഛനെ ഇവിടെ എത്തിച്ചു. ഇന്ന് ഞായറാഴ്ചയാണ്, ശുശ്രൂഷകളുണ്ട്. കുർബാന കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഇങ്ങോട്ട് എത്തിയത്. നമ്മുടെ സെൻറ്ററിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ 2 ഇടവകളിൽ, വെങ്ങാമുക്ക്, പൊന്നാനി ഇടവകളിൽ വികാരിയായി ശുശ്രൂഷ ചെയ്യുകയും, വളരെ ചെറിയ ഒരു കുഞ്ഞാണ് അച്ഛനുള്ളത്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഇടവകയുടെ ചുമതലകളും സെൻറ്ററിൻ്റെ എല്ലാ ക്രമങ്ങളും കൃത്യമായി നടത്തുവാൻ അച്ഛന് സാധിക്കുന്നു. ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. അച്ഛനിലൂടെ ഞങ്ങൾ കുന്നംകുളം ഇടവകയ്ക്ക് ലഭിക്കുന്ന എല്ലാ സന്തോഷത്തിനും സ്നേഹത്തിനും ഇന്നത്തെ സാമീപ്യത്തിനും അനുഗ്രഹ പ്രഭാഷണത്തിനും എല്ലാം അച്ഛനെ ഏറെ സ്നേഹത്തോടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥികൾ നമ്മുടെ അച്ഛനും കൊച്ചമ്മയും തന്നെയാണ്. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അത് മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 65 വയസ്സ് വരെയാണ് നമ്മുടെ മർത്തോമ സഭയിൽ വികാരി സ്ഥാനം അലങ്കരിക്കാൻ സാധിക്കുക. അച്ഛൻ നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 70ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ച് സപ്തതി ആഘോഷിച്ച് കുഞ്ഞുങ്ങളുമായി സന്തോഷിച്ച് വിശ്രമ ജീവിതത്തിലിരിക്കേണ്ട ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ഇടവകയിലേക്ക് മാത്രമല്ല, ഈ 65 വയസ്സിലെ റിട്ടയർമെൻറ്റിന് ശേഷം ഓരോ വർഷവും ഓരോ ഉത്തരവാദിത്തങ്ങൾ ദൈവം വിശ്വസ്തയോടെ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും കാര്യക്ഷമമായി അത് പൂർത്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ അളവറ്റ കരുണ, കൃപ അച്ഛനോടും കുടുംബത്തോടും കൂടെ ഇരുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. പ്രാർത്ഥനാവീരന്മാരായ തിരുമേനിമാരെയും പ്രസംഗവീരന്മാരായ തിരുമേനിമാരൊക്കെ മർത്തോമ സഭയ്ക്ക് ധാരാളം ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ പ്രാർത്ഥനാവീരനായ തൻ്റെ പ്രാർത്ഥനയിലൂടെ, ആ ഒരു വിശ്വാസത്തിലൂടെ ഈ ഒരു ഇടവകയെ നയിക്കാൻ, ഇടവകയുടെ പ്രതിസന്ധിയിൽ, ഇടവകയുടെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ആ ഘട്ടത്തിൽ നമ്മളോടൊപ്പം നിന്ന് നമ്മളോട് കൂടെ ആയിരിക്കാൻ കാണിച്ച വലിയ മനസ്സിനെ പ്രശംസിക്കുന്നു. ദൈവം കൂടുതലായി എടുത്തുപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അച്ഛനോടും കൊച്ചമ്മയോടും അതിന് നമ്മൾക്കൊക്കെ അറിയാം, ഇപ്പം നമ്മളൊരു അനുവാദം പറയണമെങ്കിൽ മുതിർന്ന മക്കൾ നമുക്കുണ്ടെങ്കിൽ അവരോടൊരു ചെറിയൊരു അനുമതി ചോദിക്കണം, അല്ലേ? ഞാൻ അങ്ങനെ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ കാര്യങ്ങൾ എന്ന് ചോദിക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ഒരു പുതിയ ചുമതലയിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ ഉത്തരവാദിത്തത്തിലേക്ക് നിങ്ങളെല്ലാവരും അതിന് സാക്ഷികളായിരുന്നു, കണ്ടതാണ്. എൻ്റെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടാണ് എന്നെ ആ ഒരു യെസ് എന്ന് പറയാൻ അനുവദിച്ചത്. അതുപോലെ തന്നെ അച്ഛനൊരു കുടുംബമുണ്ട്, അതിലൊരു അവിവാഹിതയായി കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു മകളുണ്ട്, 2 കുടുംബസ്ഥരായ മക്കളുണ്ട്. അവരുടെ എല്ലാം അനുവാദം, അല്ലെങ്കിൽ അവരുടെ എല്ലാം ഇഷ്ടങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛൻ, കൊച്ചമ്മ നമ്മളോടൊപ്പം ആയത്. ഞാനും വിചാരിച്ചിരുന്നില്ല ഒരു വർഷമേ അച്ഛനുള്ളൂ, അല്ലെങ്കിൽ അച്ഛന് യാത്രയപ്പാണ്, അല്ലെങ്കിൽ പോകാൻ ഉള്ള സമയമായി എന്നുള്ളത് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ക്രമേണ അറിഞ്ഞു വന്നത്. സമയം അധികമായതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ഇതൊരു ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാനും, ഞങ്ങളുടെ ഇടവകയിൽ നിന്നും അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ വ്യക്തിപരമായോ എന്തെങ്കിലും വേദനകളോ വിഷമങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും കൂടി ഞാൻ ഇത്തരുണത്തിൽ ദൈവനാമത്തിൽ ക്ഷമിക്കും എന്ന വിശ്വാസത്തോടു കൂടി ഞങ്ങളുടെ ഇടവകയുടെ സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ എല്ലാ ഭാവുകങ്ങളും നേരെയാണ്. ഞാൻ ഓർക്കുകയാണ്, ദൈവം ഇനിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ 70 വയസ്സ് എന്നതിലുപരി കർത്താവിൻ്റെ വയൽപ്പുറത്തായിരിക്കാൻ
ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് ഇനിയും അച്ഛനെയും കുടുംബത്തെയും എടുത്ത് ഉപയോഗിക്കട്ടെ. അതിനുവേണ്ട ആരോഗ്യവും ആയുസ്സും ദൈവകൃപകളും കൂടുതലായി ദൈവത്തിൽ നിന്നും ധാരാളമായി ലഭിക്കുവാനുള്ള പ്രാർത്ഥനകളും ആ പ്രാർത്ഥനാ നിർഭരമായ ജീവിതം അതിനുതകട്ടെ എന്നുകൂടി ഇത്തരുണത്തിൽ ആശംസിച്ച് എല്ലാ നന്ദിയും സ്നേഹവും അച്ഛനും കുടുംബത്തിനും കൊച്ചമ്മയ്ക്കും പ്രത്യേകമായി ഇത്തരുണത്തിൽ അർപ്പിക്കുന്നു. നമുക്കിവിടെ ആശംസകൾ അർപ്പിക്കാനായി കടന്നു വന്ന നമ്മുടെ ശ്രീ ഗിൽബർട്ട് പോൾ, TS ഗിൽബർട്ട്, സബിത ജിജു, മിൽക്ക ജിക്സൺ ശ്രീമതിമാർ, അവരോടുള്ള സ്നേഹം സന്തോഷം ഉപഹാരം അർപ്പിച്ച നമുക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്ത നമ്മുടെ സെക്രട്ടറി, 4 വർഷക്കാലം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ വിശ്വസ്തയോടെ നിൽക്കാൻ കർത്താവ് ബൈജുവിനും കൃപ ചെയ്തു എന്ന് ഇത്തരുണത്തിൽ പറയാതിരിക്കാൻ തരല്ല. ഞാൻ ബൈജുവിനോട് ചോദിച്ചു, എന്താണ് ബൈജു ഒരു മാറ്റം, അല്ലെ എന്തിനാണ് ഇങ്ങനൊരു വേറിട്ടൊരു ചിന്ത എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ബൈജു പറയണ്ടായി, ഒരു മാറ്റം അനിവാര്യമാണ്, അത് വേണം എന്ന് പറയണ്ടായി. അപ്പോൾ തുടർന്നും ആ ഒരു സപ്പോർട്ട് എന്തായാലും നിങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകും എന്നെനിക്കറിയാം. അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനകൾ മാത്രമാണ് നമ്മളെ നിർത്തുന്ന ശക്തി. കർത്താവ് ആഗ്രഹിക്കുന്നു, നമ്മളതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനാ നിർഭരമായ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, അച്ഛൻ ആഗ്രഹിച്ചു നമ്മളൊരു ഓവറോൾ ഫസ്റ്റ് മേടിക്കണം സൺഡേ സ്കൂളിൻ്റെ മത്സരത്തിൽ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ കർത്താവ് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ചാമ്പ്യനെ ഈ കഴിഞ്ഞ സെൻട്രൽ കലാമത്സരത്തിൽ കുന്നംകുളത്തിന് തന്നു. 2 മത്സരങ്ങളിലും 1-ാം സ്ഥാനം നേടി ലിൻഡ ഗ്രേസ് ബിജുവിന് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ കുന്നംകുളത്തിന് ലഭിക്കാൻ. 2-ാം സ്ഥാനമാണ് ഓവറോളിൽ നമുക്ക് ലഭിച്ചതെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പ് ലഭിക്കാൻ നമുക്ക് ദൈവം സഹായിച്ചു എന്നുകൂടെ ഞാൻ ആ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ നേരത്തെ അത് പരാമർശിച്ചതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. എല്ലാ സംഘടനകളും അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിന് തുടർന്നും നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഉണ്ടാകട്ടെ. കോശിയച്ഛൻ്റെ സപ്പോർട്ട് ഇനിയും നമുക്കുണ്ടാവും, എല്ലാ സഹായങ്ങളും ഉണ്ടാവും. പുതിയ അച്ഛൻ വരുമ്പോഴും നമ്മുടെ ഈ സഹകരണം അച്ഛനും നമ്മുടെ ഇടവകയ്ക്കും ഏറ്റവും അനുഗ്രഹമായി തീരണം. ഇന്ന് ഈ ഒരു ഫംഗ്ഷന് ചുക്കാൻ പിടിച്ച കമ്മിറ്റി അംഗങ്ങൾ, ചുമതലക്കാർ, സെക്രട്ടറി, വൈസ് പ്രസിഡൻറ്റ്, ട്രസ്റ്റിമാർ, മറ്റു ചുമതലക്കാർ, പിന്നെ ഈ ഒരു വർഷം മൊത്തമായി പ്രവർത്തിച്ച പ്രാർത്ഥനാ പ്രതിനിധികൾ, സംഘടനാ ഭാരവാഹികൾ, മറ്റെല്ലാവർക്കും ഉള്ള നന്ദിയും സ്നേഹവും ഇത്തരുണത്തിൽ അറിയിക്കുന്നു. അങ്ങനൊരു അവസരം തന്ന ചുമതലക്കാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. സമാപന പ്രാർത്ഥനയ്ക്കായി കോശി കുര്യനച്ഛനെ ക്ഷണിക്കുന്നു. ചില പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ രാജനോടുള്ള സ്നേഹവും കടപ്പാടും ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. അത് ഈ മധുബഹായിൽ കയറുമ്പോഴേ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അദ്ദേഹം വളരെ സുത്യർഹമായി ഞങ്ങളോടൊപ്പം ശുശ്രൂഷ നിർവഹിച്ചു. സാധാരണ ശുശ്രൂഷകർക്ക് ഇല്ലാത്ത ഒത്തിരി ക്വാളിറ്റീസ് അദ്ദേഹത്തിനുണ്ട്. അതേസമയം തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാം നടന്നു എന്ന് വരികയില്ല. പക്ഷെങ്കിൽ അദ്ദേഹം വളരെയധികം തൻ്റെ കഷ്ടപ്പാടിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ നന്നായി ശുശ്രൂഷ ചെയ്ത് ഞങ്ങളെ സ്നേഹിച്ചു. രാജനോടുള്ള കടപ്പാട് ഒരിക്കൽ കൂടെ ഞങ്ങൾ അറിയിക്കുകയും പ്രത്യേകം ആശംസകൾ അദ്ദേഹത്തിന് അറിയിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനും കർത്താവാൻ ദൈവമേ, വീണ്ടും ഒരു പ്രഭാതം കൂടി കർത്താവ് ഞങ്ങളെ അവിടുന്ന് കാണുവാനും അപ്പം വീഞ്ഞിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് ഞങ്ങളെല്ലാവരും പങ്കാളികളാകുവാനും ദൈവത്തിൻ്റെ ബന്ധത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ദൈവത്തെ രുചിച്ചറിയുവാൻ തക്കോണം തന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓരോ ദിനവും കർത്താവ് ഞങ്ങളവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം പോലെ ജീവിക്കാൻ പറ്റുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാലും ദൈവത്തിൻ്റെ ദയയാലും ദൈവത്തിന് ഞങ്ങളെ ക്ഷമിക്കുന്നയാകയാൽ കർത്താവെ ദിനംതോറും കർത്താവ് ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കാൻ തക്കോണം ഇവിടുന്ന് ഇടയാക്കിയതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നാൾ വരെ കർത്താവ് കൊടുത്ത എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ നാൾ വരെ കർത്താവെ ഇവിടെ സേവനം അനുഷ്ഠിച്ച
ഓരോ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ നന്മളാൽ നിറയ്ക്കണമേ, കൃപയാലോടൊന്ന് പുതിയണമെന്ന് ഉപേക്ഷിക്കരുത്. പ്രത്യേകിച്ച് കർത്താവെ, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം കുരുള അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും കർത്താവെ സേവനം ഈ പ്രദേശത്തും ഇടവകയ്ക്കും കർത്താവ് കൊടുത്ത കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും മനോഹരമായ ശുശ്രൂഷ കർത്താവെ, നിന്റെ ബലത്താൽ അവിടെ നിന്ന് ചെയ്യാൻ തൊക്കോണം കർത്താവ് കൊടുത്ത കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവിക ജ്ഞാനത്താൽ കർത്താവെ ഈ പ്രദേശത്തിൽ വചനത്തിൻ്റെ വിത്തുകൾ വിതറുന്ന കർത്താവെ, പ്രാർത്ഥനയുടെ ബലത്താൽ കർത്താവെ അനേകർക്ക് കർത്താവെ മനസ്സിൻ്റെ കൈത്താങ്ങാകുവാനും തണലാകുവാൻ തൊക്കോണം കർത്താവ് കൊടുത്ത കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ യാത്രയയപ്പ് സമ്മേളനത്തിന് കർത്താവ് ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ നാളെ രാവിലെ പ്രഭാതത്തിൽ കർത്താവ് ഇവിടുന്ന് പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തൊക്കൊണ്ട് ഇടയാക്കണമെന്ന് ഉപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരും കർത്താവെ ദൈവത്തിൽ വളരുവാനും കർത്താവിൻ്റെ ബന്ധത്തിൽ വളരുവാൻ തൊക്കണം ഞങ്ങൾക്ക് എല്ലാവരും കൃപ നൽകണമെന്ന് ഉപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പിഴിഞ്ഞ ക്രിസ്തു യേശുനാം ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപകളും അനുഗ്രഹങ്ങളും നാം എല്ലാവരോടുകൂടെയും ഓർത്ത് പ്രാർത്ഥിച്ച കാര്യങ്ങളോടും തുടർന്നുള്ള നമ്മുടെ ഇടവകയുടെ മുമ്പോട്ടുള്ളതായ എല്ലാവിധമായ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.